اللهم لا سهل إلا ما جعلته سهلا وأنت إذا شئت تجعل الحزن سهلا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യഥാർത്ഥത്തിൽ ഇത്തരം വാള് പരിപാടികളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ദുരന്തം മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ആധുനിക മുസ്ലിം സമൂഹം ഇങ്ങനെയൊക്കെ അധപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ദീന് അവർക്ക് മനസ്സിലാക്കുവാൻ ഒരു സോഴ്സുമില്ലാത്തതാണ്. യുവാക്കൾ പ്രത്യേകിച്ച് മിൻ സൂറത്തിൽ അസ്രി ഔ മിൻ സൂറത്തിൽ ഖലമി. ആധുനിക യുവാക്കളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, അവർക്ക് ഏത് സൂറത്താണ് നിശ്ചയമുള്ളത്? സൂറത്തുൽ അസ്റും അറിയില്ല, സൂറത്തുൽ ഖലമും അറിയില്ല. വകം ഹദീസൻ ലിഖൈറിൽ ഖൽഖി കം ഹഫിളു വഹുവൽ മുസദ്ദഖു ബഅദൽ വഹീ ഫിൽ കലിമി. ഹദീസിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ചു നോക്കിയാൽ അതേക്കുറിച്ചും അവർക്ക് അറിഞ്ഞുകൂടാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സത്യസന്ധമാണല്ലോ. വറാശിദൂന നസൂ അസ്മാഅഹും വഹും കശംസി ഫിൽ ഗൈമി ഔ കന്നജ്മി ഫിൽ ദുലമി. ഖുലഫാഉർ റാഷിദുകളെ സംബന്ധിച്ചോ ഇസ്ലാമിന്റെ ഏറ്റവും ശോഭനമായ ചരിത്രത്തെ സംബന്ധിച്ചോ അവരോട് ചോദിച്ചാൽ അവർക്ക് നിശ്ചയമില്ല. ഒരു കവി പറയാൻ, ലാകിന്നഹും ഹഫിളുൽ അഫ്ലാമ മാജിനതൻ ലഹനൻ വമഅനൻ വതംസീലൻ ബിശാസമി. എന്നാൽ അവർക്ക് അറിവുള്ള ചില കാര്യങ്ങളുണ്ട്, അവർക്ക് നിശ്ചയമുള്ള ചില സംഗതികളുണ്ട്. അത് എല്ലാ സിനിമകളെ സംബന്ധിച്ചും നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ ലഹനൻ വമഅനൻ വതംസീലൻ ബിലാസമി. ലഹന് അതിന്റെ രീതിയും ട്യൂണും ശൈലിയും എന്തിനധികം അഭിനയിച്ച് വരെ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. വഫിൽ മഖാഹി ജുമൂഉൻ ലാ തുസദ്ദിഖുഹും വഫിൽ മസാജിദി ലാ തൽഖാസി വൽ ഹരിമി. പള്ളികളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ ഏതാനും ചില കിഴവന്മാര് മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിലേക്കും അതുപോലെയുള്ള കടകളിലേക്കും നിങ്ങൾ നോക്കിയാൽ ജുമൂഉൻ ലാ തുസദ്ദിഖുഹും. എന്തോ ഒരു തിരക്കാ ഒരു ചായ കിട്ടാൻ, അതാണ് അവസ്ഥ. ഈ സന്ദർഭത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന വിഷയമാണ് അവതരിപ്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കൊടിയത്തൂർ ഒരു 10 ദിവസം എല്ലാ ദിവസവും ഞാൻ തന്നെ വയത് പറയുകയാണെങ്കിലും തീരൂല, അങ്ങനത്തെ ഒരു വിഷയമാണ്. എന്നാൽ അത് മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ്. നമ്മുടെ ഒരു ഭാഗ്യം അഥവാ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു ഭാഗ്യം അന്ധവിശ്വാസത്തിന് ഒട്ടും സ്ഥാനമില്ലാത്ത ഒരു ദീനാണ് ദീനുൽ ഇസ്ലാം എന്നതാണ്. മറ്റൊരു മതത്തിനും അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെ ശുദ്ധീകരിക്കുവാനുള്ള ഫിൽറ്ററും അവരുടെ കയ്യിലില്ല. എന്നാൽ ഇസ്ലാമിലേക്കൊന്ന് കടത്തിക്കൂട്ടാനോ ഇസ്ലാമിലുള്ളതൊന്ന് അടർത്തി മാറ്റാനോ അള്ളാഹു സമ്മതിക്കുകയില്ല. അതിന് മാത്രം ഭദ്രമായ ചട്ടക്കൂട്ടുകളാണ് ദീനുൽ ഇസ്ലാമിനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ അള്ളാഹു ഒരാൾക്കും അധികാരം നൽകിയിട്ടില്ല. ഉള്ള ഒരു സംഗതി വെട്ടിമാറ്റാനും അധികാരം നൽകിയിട്ടില്ല. മറ്റു മതങ്ങളൊക്കെ അങ്ങനല്ല, അവർ കൂടി തീരുമാനിച്ചാൽ മതി, അതിന്റെ സഭകൾ കൂടി പറഞ്ഞാൽ മതി. ചില മതങ്ങൾക്ക് ആരാണ് കൂടേണ്ടത്, ആരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പോലുമില്ല. എന്നാൽ ആ ഇസ്ലാമിക സമൂഹത്തിന് ആ ഭീഷണിയില്ല. കാരണം ഇസ്ലാമിക സമൂഹത്തിന് 2 മാനദണ്ഡങ്ങളാണ് ഉള്ളത്.
فإنه من يعش منكم من بعدي وسترى اختلافا كثيرا وسيرى اختلافا كثيرا. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇസ്ലാമിക സമൂഹം പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കും. പലതും അവർ കാണും, പലരും അവർ കേൾക്കും. പക്ഷേ അപ്പോഴൊന്നും അവർ ബേജാറാകേണ്ട കാര്യമില്ല, അവരന്തം വിടേണ്ട കാര്യമില്ല. ഏതാണ് ശരിയായ മാർഗമെന്ന് അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഖുർആൻ ഏതായാലും ഉണ്ട്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് അതെന്താ? ഇസ്ലാം തനിമയോടെ പ്രയോഗവൽക്കരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രയോഗത്തിൽ കാണിക്കപ്പെട്ട ആ ചരിത്രമാണ്. അതാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ അന്ധവിശ്വാസങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അവർ ഇന്ന ആള് പറഞ്ഞു, ഇന്ന കിതാബിലുണ്ട് എന്ന് പറയും. പക്ഷേ അല്ലാഹു പറഞ്ഞോ, റസൂല് പറഞ്ഞോ, ഖുലഫാഉർ റാഷിദുകൾ കാണിച്ചു തന്നോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. ഈ താവഴിയെന്നും പാരമ്പര്യമെന്നും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ വിടാതെ പിടികൂടുന്നതാണെന്ന് അവകാശപ്പെടുന്ന ആളുകളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് കൽപ്പിച്ചോ എന്ന് ചോദിച്ചു നോക്കൂ. അതിന് ഉത്തരം ഉണ്ടാവില്ല. എന്തേ അത്രയും കാലം ഇസ്ലാം മുങ്ങിപ്പോയോ? അപ്പൊ അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് അങ്ങനെ ഇസ്ലാമിലേക്ക് ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാനോ ഉള്ളത് വെട്ടിമാറ്റാനോ സാധിക്കാത്ത വണ്ണം ഭദ്രമായ അടിത്തറകൾ നിലകൊള്ളുന്ന സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. ഈ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന് 3 കാരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത്, ഈ അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നത് ഒന്ന് ഈ മുസ്ലിം സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക്, പല ഭാഗത്തും പരിശോധിച്ചൊക്കെ അങ്ങനെ തന്നെ, അതിന്റെ ഒരു വേര് ചെന്ന് മുട്ടുന്നത് ഷിയായിസത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിശയം തോന്നല് ഇപ്പൊ ഇന്റർനെറ്റിൽ അന്വേഷിക്കുമ്പോൾ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും ശിർക്ക്, വിദ്അത്ത്, അനാചാരം എല്ലാത്തിന്റെയും വേര് അതില് നമ്മൾ സംവദിക്കുമ്പോൾ നമ്മോട് തെളിവുദ്ധരിക്കുന്ന ആളുകളുടെ തെളിവിന്റെ കൊട്ട ഏതാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ, പരതി നോക്കുമ്പോൾ ഷിയാക്കളുടെ വെബ്സൈറ്റിൽ നമ്പർ ഇട്ടിട്ട് കൊടുത്ത കാണും. അതിശയപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ. ഒന്നതാണ്. രണ്ടാമത്തത്, കേരളത്തിലുള്ള മുസ്ലിം സമൂഹം അവരുടെ പണ്ടത്തെ മാതൃ മതം അല്ലെങ്കിൽ സമൂഹം അതെന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ മതവും ഹിന്ദു മതവുമാണ്. അപ്പൊ അവര് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴും ചിലതൊന്നും വിട്ടില്ല. അത് വിടണമെന്ന് പറയേണ്ടവരും പറഞ്ഞുമില്ല. അതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വായിച്ച് കേൾപ്പിക്കും, സമയമുണ്ടെങ്കിൽ. അത് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ. എങ്ങനെയാണ് ആ വിശ്വാസം കടന്നു വന്നത് എന്നുള്ളത്. ഈ 2 കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ മാറുമായിരുന്നു. ഇതിനേക്കാളും വലിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുള്ള സമൂഹത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗതരായത്. ഇസ്ലാമിക സമൂഹം പിഴച്ചു പോകുമെന്നും ആ പിഴച്ചു പോകുമ്പോൾ എങ്ങനെയാണ് അവർ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു നടക്കുകയെന്നും പഠിപ്പിച്ച പ്രവാചകൻ, അതിനെ സംബന്ധിച്ച് സൂചന നൽകിയ, താക്കീത് നൽകിയ പ്രവാചകൻ ആ സമൂഹത്തെ ഓതി കേൾപ്പിച്ച, പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്, 2 ആയത്തുകളുണ്ട്. ആ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോ മുസ്ലിം വ്യക്തിയും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. ആ ആയത്തിന്റെ മുമ്പത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. ജനങ്ങളിലുണ്ട് ചിലർ
അല്ലാഹുവിനെ കൂടാതെ പങ്കുകാരെ സ്വീകരിച്ചവർ യുഹിബ്ബൂനഹും ആ പങ്കുകാരെ അവർ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കഹുബ്ബില്ലാഹ് അല്ലാഹുവെ സ്നേഹിക്കുന്ന വണ്ണം. ഇന്ന് ചിലപ്പോൾ ആയത്ത് ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹിനേക്കാൾ കൂടുതൽ എന്ന് പറയായിരുന്നു. അള്ളാഹുവിനേക്കാൾ ഭയം എന്ന് പറയായിരുന്നു. ഒരാളോട് ചോദിച്ചു, എനിക്ക് പൈസ തരാം, ശരിയാണോ? ഞാൻ എനിക്ക് തരാം, 5 പൈസയും പച്ചവെള്ളവും തരാനില്ല. അള്ളാഹു സത്യം ചെയ്യും. വല്ലാഹി എന്താ അള്ളാഹ് 100 വല്ലാഹി പറയാ. അപ്പൊ അവനോട് പറഞ്ഞ നജ്ജ അങ്ങനെ പറയല്ലേ, നജ്ജ ആ സത്യം പോരാ, ഇങ്ങോട്ട് എന്റെ കൂടെ ഖബർസ്ഥാനിലേക്ക് നടക്കും. നമ്മുടെ ഉസ്താദിന്റെ ഖബർ അവിടെ കിടക്കും. ഈ ജിബ്ബടെ നിന്നിട്ടോ സത്യം ചെയ്താ അത് ഞാൻ ചെയ്യൂല. ഉസ്താദിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ സത്യം ചെയ്യൂല. ആയത്തിറങ്ങാണെങ്കിൽ അങ്ങനെ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ് ഇവിടെ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നത്. ഇവിടെ ആർക്കാ സ്ഥാനം? അല്ലാഹുവിനാണോ? ഇതൊക്കെ ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ. അല്ലാഹു പറയുന്നത് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നിട്ട് പറയാ സാധാരണ ജനങ്ങളോടാ ഖുർആൻ സംസാരിക്കുന്നത്. വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ബുദ്ധിയും വിവേകവും ഉള്ള ഓരോരുത്തരും എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ, ശിക്ഷ നേരെ കൺമുമ്പിൽ കാണുന്ന സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലാകും അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ ശരിക്ക് പറഞ്ഞതിന് ശേഷം പറയാം, ഇദ് തബറഅല്ലദീന തുബിഉ. ശരിക്ക് കേൾക്കാൻ, നിങ്ങൾ ആരെയാണോ പിൻപറ്റിയിരുന്നത്, ഏത് നേതാവിനെയാണോ പിൻപറ്റിയിരുന്നത്, ഏത് പണ്ഡിതന്റെ പിന്നാലെയായിരുന്നോ കൂടിയിരുന്നത്, അവരെ നിങ്ങളെ കൈയൊഴിയുന്ന ദിവസം. നിങ്ങളെന്തിനാ എന്റെ പിന്നാലെ കൂടി? ഞാൻ പറഞ്ഞ കേട്ടു എന്റെ പിന്നാലെ കൂടേണ്ടിയിരുന്നു നിങ്ങൾ. ഞാൻ അങ്ങനെ എന്തൊക്കെ പറയും? എന്നോടൊരു പണ്ഡിതൻ കണ്ണൂർ ജില്ലയിൽ വെച്ച്, ഇബ്രാഹിം മൗലിക്കൊക്കെ അറിയാം അദ്ദേഹത്തെ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചോളൂ. ഒരു ഫൈസിയാണ്, നല്ല പണ്ഡിതനാണ്, ഖുറാഫാത്തൊക്കെ വിട്ടിട്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ഈ ഖുറാഫത്തൊക്കെ വിട്ട്? ഒരു കാരണം അദ്ദേഹം പറയണം, വാദപ്രതിവാദം കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ കേരളത്തിൽ അന്ന് വളരെ പ്രശസ്തനായ ഒരു വാദപ്രതിവാദ വിദഗ്ധനായ ഒരു മുസ്ലിയാർ രാത്രി ഇവരെല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കുമ്പോ, അല്ല ഉസ്താദ് നിങ്ങളെ പറഞ്ഞത് അത് അങ്ങനല്ലല്ലോ കിതാബിലൊന്നും ഉള്ളത്, അങ്ങനെ പറയാൻ പറ്റുമോ? ആ മുസ്ലിം പറയത്തില്ല, നിങ്ങളത് പറയണ്ട, ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കണ്ട എന്ന് വിചാരിച്ച് നിങ്ങളത് പോയി കൊട്ടണ്ട, എനിക്കവിടെ ജയിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു സാക്ഷി, അള്ളാഹുവിനെ അറിയാം. ആ ശിഷ്യൻ എന്നോട് പറയാ, ആ ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാ, ഞാനാ പറഞ്ഞത് കളവാണ്, അവിടെ ജയിക്കാൻ എനിക്കാരെ പറയേണ്ടിയിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങളത് എവിടെയും പോയി പറയണ്ട. അദ്ദേഹത്തെ മാറി ചിന്തിപ്പിക്കാൻ കാരണമാക്കിയാണ്. ഇത് അദ്ദേഹം ശിഷ്യനും വിവരമുള്ളതാണ്ടോ ചോദിച്ചത് കൊണ്ടും ഇദ്ദേഹം വെളിപ്പെടുത്തി. അത് കേട്ടാ ജനങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാവുമല്ലോ. അത്തരം ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം പിഴപ്പിച്ച നേതാക്കന്മാർ, ഇങ്ങനെ പിഴപ്പിച്ച പണ്ഡിതന്മാർ, അവരെ മുമ്പിൽ വെച്ച് ഞങ്ങളൊന്നും അറിയില്ല കേട്ടോ, നിങ്ങൾ എന്തിന് ഞങ്ങളെ പിൻപറ്റി? നിങ്ങൾക്ക് അല്ലാഹു ബുദ്ധി തന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നില്ലേ? എല്ലാ കുറ്റിയും എല്ലാ വേരും എല്ലാ ബന്ധവും അവിടെ മുറിഞ്ഞു പോകും. അപ്പൊ ഈ സാധാരണക്കാരായ അനുയായികൾ പറയാ, ഈ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അവര് പറയുന്നത് കേട്ട് അവരെ പിന്നാലെ കൂടിയ ആളുകളപ്പോൾ പറയും, ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ഞങ്ങൾക്ക് ഇനിയൊരു അവസരം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവന്മാരൊക്കെ കാണിച്ചു കൊടുക്കുകയും ഞങ്ങൾ. ഇപ്പൊ ഇവരെ ഞങ്ങളെ കൈയൊഴിഞ്ഞല്ലോ, അതുപോലെ ഇവരെ ഒരൊറ്റ കൂട്ടി ഇവരെ പിന്നാലെ കൂടാതിരിക്കാനുള്ള പണി നമ്മൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇതെന്തിനാ അള്ളാഹു ഈ ഖുർആനിൽ ഇപ്പൊ നമ്മോട് പറഞ്ഞത്? നമ്മോട് പറഞ്ഞത് എന്തിനാ? കുറെ ആളുകൾ ഇങ്ങനെ പേടിപ്പിക്കാനായിട്ടുണ്ടാകുമെന്നാണ്.
അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു കേട്ടോ. നിങ്ങൾ വലിയൊരു ഹദീസ് ഇമാം മുസ്ലിമും ഇമാം അഹമ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കുറെ ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ചു, കുറെ ആവശ്യങ്ങൾ സമർപ്പിച്ചു. അതൊക്കെ വലിയ ഹദീസാണ്. ആ കൂട്ടത്തിൽ അതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഇന്നമാ അഖാഫു അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, അൽ അഇമ്മത്തുൽ മുദില്ലീൻ, പിഴപ്പിക്കുന്ന നേതാക്കന്മാർ, പിഴപ്പിക്കുന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഇവരെ പിഴപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ആകെ കൂടി ഭയപ്പെടുന്നത്. അഇമ്മത്തുൽ മുദില്ലീൻ. അപ്പൊ എന്തായാലും സംഭവിക്കണമല്ലോ. അപ്പൊ രണ്ട് രൂപത്തിലുള്ള പണ്ഡിതന്മാരുണ്ടാവും. ഒന്ന് ജനങ്ങളെ പറ്റിക്കുന്ന പണ്ഡിതന്മാർ, ജനങ്ങളെ പിഴപ്പിക്കുന്ന പണ്ഡിതന്മാർ. മറ്റൊന്ന് ജനങ്ങളെ ശരിയായ റൂട്ടിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. ആ ഹദീസിന്റെ അവസാനം നോക്കൂ നിങ്ങൾ. ഇങ്ങനെ പറയുന്നു, അന്ത്യദിനം സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകൾ ശുദ്ധമായ ശിർക്കിൽ അകപ്പെടുക മാത്രമല്ല, മുശ്രിക്കുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ പോലെ ആയിത്തീരുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. സാക്ഷാൽ വിഗ്രഹങ്ങളെ ആരാധിക്കും എന്റെ ഉമ്മത്ത്. ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെ ആവണമെന്നില്ല. ഇത് ഏത് ഉമ്മത്തിനോടാണ് പറയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ബിലാദ് ശാമിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. ഹദീസിൽ കാണാം, അവരുടെ പാത്രിയാർക്കീസ് ബാബമാരുടെ മുമ്പിലും പോപ്പുമാരുടെ മുമ്പിലുമൊക്കെ ക്രിസ്തുമത അനുയായികൾ സാഷ്ടാംഗം നമിക്കുന്നത് കാണാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, ഇവരുടെ ഈ ബാബമാരെയും പോപ്പുമാരെയും പാതിരിമാരെയും സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഞങ്ങളല്ലേ അങ്ങനെ ചെയ്യേണ്ടത്? അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അഫലാ നസ്ജുദു ലക യാ റസൂലല്ലാഹ്. ഷാമിൽ ഞങ്ങളെ കണ്ട കാഴ്ച ഞങ്ങളെ അമ്പരിപ്പിച്ചു. ആ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പ്രവാചകൻ, അവരുടെ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങയെ ഞങ്ങൾ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അഫലാ നസ്ജുദു ലക യാ റസൂലല്ലാഹ്. ഞങ്ങളും കുനിഞ്ഞോട്ടെ പ്രവാചകരെ. അപ്പൊ എന്താ ശരിക്കും പറയേണ്ടത്? എന്താ റസൂല് പറയേണ്ടത്? റസൂല് പറഞ്ഞത് തൗഹീദാണ്. ലാ, പാടില്ല. ലൗ കാന ലി അഹദിൻ അൻ യസ്ജുദ ലി അഹദിൻ, സൃഷ്ടികൾക്ക് പരസ്പരം സുജൂദ് ചെയ്യുവാൻ, ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുവാൻ പാടുണ്ടായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഇത് ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസം ഒരു കേസ് തീർക്കാൻ വേണ്ടി ഒരൊട്ടകത്തിന്റെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് സഹാബിമാർ അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പോൾ ആ ഒട്ടകം വല്ലാതെ കഷ്ടപ്പെട്ട്, ഈ യജമാനൻ അതിനെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. റസൂലിനെ കണ്ടപ്പോൾ ഒട്ടകം ഇങ്ങരികത്തേക്ക് വന്നു. ആ ഒട്ടകം കണ്ണുനീർ ഒലിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടുകുത്തി. സഹാബിമാർ ചോദിക്കുക, ഹാദിഹിൽ ബഹായിമുല്ലത്തി ലാ തതകല്ലം വലാ തഅഖിൽ യസ്ജുദൂന ലക യാ റസൂലല്ലാഹ് അഫലാ നസ്ജുദു ലക. ഈ മുണ്ടാപ്രാണികൾ, കന്നുകാലികൾ, ജീവികൾ അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു പ്രവാചകരെ, കുനിയുന്നു പ്രവാചകരെ, ഞങ്ങൾ ചെയ്യട്ടെ. അപ്പോഴും റസൂല് വിലക്കി. ആ സമൂഹത്തിൽ
ജനങ്ങളെ പിഴച്ച് സുജൂദ് ചെയ്യുക മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ തന്നെ മുശ്രിക്കുകളോടൊപ്പം ചേരുകയും വസനുകളെ, വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നത് വരെ 5 ദിനം അടുക്കുകയില്ല. പാലക്കാട് ടൗണിൽ നിങ്ങളൊന്ന് പോയാൽ കാണാം. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കാതില്ല. പാലക്കാട് ടൗണിൽ ഒരു പള്ളിയുണ്ട്, മഞ്ഞക്കുളം പള്ളി. ആ ടൗണിലെ വലിയ പള്ളിയാണ്. ആ പള്ളിയിനുള്ളിൽ ഞാൻ അങ്ങോട്ട് കയറി നോക്കുമ്പോ ഉള്ളിലൊരു ചെറിയ പള്ളി. സാധാരണ പഴയ പള്ളികളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ആ പള്ളിന്റെ പള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ ഒരു വലിയ ഖബർ. എന്റെ എത്ര ഉണ്ട് ഖബറിന്റെ ഉയരം? നല്ല പൊതച്ച് അലങ്കരിച്ച് വർണ്ണപ്പകിട്ടാർന്ന പുതപ്പ് കൊണ്ട് മൂടി 2-3 ചെറുപ്പക്കാരുണ്ട്. ആ ഖബറിന് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് അതിന്മേൽ ഇങ്ങനെ പൊടിച്ചിട്ട് ദ്വാ ചെയ്യുന്ന മുത്തുന്ന് വേറെ ചില ചെറുപ്പക്കാര് ഇങ്ങനെ തവാഫ് ചെയ്യ. അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താ അത് കഥ? അവിടെ തലയിക്കെട്ട് കെട്ടിയ മുസ്ലിംമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഇമാമ് നിൽക്കുന്നവരുണ്ട്. എന്താണ് ഇത്? ഇസ്ലാമിന്റെ ചെലവിലല്ലേ? അങ്ങനെ ആരെങ്കിലും അതിനാരെങ്കിലും എതിർത്താലോ? അതിനൊക്കെ ഇതൊന്നും ഇസ്ലാമല്ല, ശുദ്ധ ശിർക്കാണ് എന്ന് പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ട. പ്രവാചകന്മാര് പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാരെയും സൂചിപ്പിക്കേണ്ട, അള്ളാനെ സൂചിപ്പിച്ചാൽ മതി. അത് പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറയണം എന്നത് ശരിയാ. പറയണല്ലോ. ഇതാര് പറയും? ഏതെങ്കിലും ബിരുദം കഴിഞ്ഞു വന്ന, കോഴ്സ് കഴിഞ്ഞു വന്ന ആളുകൾ പറയോ? ഇത് പറയേണ്ടത് ആരാണ്? അത് പറയേണ്ട ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ ഹദീസിന്റെ അവസാനം, വലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, ഈ ഉമ്മത്തിനെ പഴപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായാലും ഒരു വിഭാഗം അതിലൊന്നും പെടാതെ സത്യം ഉദ്ഘോഷിച്ചുകൊണ്ട്, സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അലൽ ഹഖ് വാഹിരീൻ, സത്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ നടത്തം തന്നെ സത്യത്തിന്റെ മുകളിലൂടെ ആയിരിക്കും. ലാ യദുറുഹും മൻ ഖാലഫഹും, അവരെ എതിർക്കുവാനും അവരെ വഴിമുടക്കുവാനും അവരെ ശബ്ദം ഇല്ലാതാക്കുവാനും അവരെ അടിച്ചൊതുക്കുവാനും ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായാലും അവിടെയൊന്നും അവര് മുട്ടുമടക്കുകയില്ല, അവര് പിൻവാങ്ങുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിലുള്ള സാധാരണക്കാരാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരനാണ് മനസ്സിലാക്കേണ്ടത്. നാദാപുരത്ത് ജിന്ന് ചികിത്സയില് ഒരു യുവതി മരിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പോയ മനുഷ്യന്മാരെയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടത്. എത്ര വ്യാജ സിദ്ധന്മാരെയും ഇങ്ങനത്തെ വ്യാജന്മാരെയും പത്രത്തിലും ടിവിയിലും ന്യൂസിലും വന്ന് എന്നാലും ഉണ്ടാവും ആരെങ്കിലും കേട്ട് ഇറങ്ങുമ്പോഴേക്ക് പോയി ക്യൂ നിൽക്കുന്നു. മനുഷ്യന്മാര് പോയി ക്യൂ നിൽക്കുന്നു. ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവുന്നത് അങ്ങനെയല്ലേ? കൈക്കൂലി കൊടുക്കാൻ ആളുള്ളതുകൊണ്ടാണല്ലോ വാങ്ങാൻ ആളുണ്ടാവുന്നത്. എന്നതുപോലെ തന്നെയാണ് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിലേക്ക് എല്ലാവരെയും സൂചിപ്പിച്ചു. അള്ളാഹു ഇവിടെ പറഞ്ഞത് വേറെ കുറെ ആയത്തുകളും ഹദീസുകളും ഉണ്ട്. സാധാരണക്കാര് നല്ല ജാഗ്രതയുള്ള, അള്ളാഹ് എല്ലാവർക്കും ബുദ്ധി തന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ചിന്താശേഷി നൽകിയിട്ടുണ്ട്. അത് രണ്ടും നൽകാത്തവർക്ക് പടച്ചവന്റെ അടുത്ത് ഹിസാബില്ല. അവരോട് അള്ളാഹു ചോദ്യം ചെയ്യില്ല എന്ത് ചെയ്താലും. 3 വിഭാഗം ആളുകളുടെ പ്രശ്നത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുകയില്ല. ചെറിയ കുട്ടികൾ ഇട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കൾ, ഭ്രാന്തൻ ബുദ്ധിയില്ലാത്തവൻ അവന് ബുദ്ധി ഉദിക്കുന്നത് വരെ, ഉറങ്ങുന്നവൻ ഉറക്കുണരുന്നത് വരെ. അപ്പൊ അവിടെ ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും.
അപ്പൊ അതുകൊണ്ട് സാധാരണക്കാർ ഈ കാര്യത്തിൽ നല്ല ബോധമുള്ളവരായി മാറണം എന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. റസൂലിന്റെ കാലത്ത് എടുത്തിട്ടുണ്ടായിരുന്നോ? സഹാബത്ത് ആരെങ്കിലും ഇത് ചെയ്തിരുന്നോ? ഞാൻ ആദ്യമായിട്ട് ഉംറക്ക് പോയപ്പോ ഒക്കെ അങ്ങനെ കാണാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ, എല്ലാം ഇങ്ങനെ കാണാത്ത സ്ഥലല്ലേ. അങ്ങനെ മദീന പള്ളിയുടെ സൈഡിൽ ബഖീഇല് ഖബർസ്ഥാൻ ഇങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കെ സഹാബിമാരിൽ പലരും, താബിഈങ്ങളിൽ പലരും, അതിനുശേഷം തബഉ താബിഈങ്ങളിൽപ്പെട്ടവരും ബഹുമാന്മാരൊക്കെ മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണല്ലോ. അപ്പൊ ചിലയിടത്തിലൊക്കെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചത് കാണുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല താടിയൊക്കെ വെച്ചിട്ട് ഒരു അറബി നിൽക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ആരുടെയൊക്കെയാണ് ഖബർ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്ന ആരെങ്കിലും ഉണ്ടാവും അവിടെ, ഓരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമോ? മനസ്സിലായല്ലോ സംഗതി? അദ്ദേഹം എന്നൊന്ന് കളിയാക്കിയതാ. ഞാൻ അറബി വേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടാവും, ഓരോട് ഒന്ന് ചോദിച്ചാൽ പോലും പറഞ്ഞു തരും ഇതായതാ ഖബർ, ഇന്ന സഹാബിനെ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഖബറും കൊണ്ട് കൂടലില്ല, ഒരു ഖബറൂടെ ബാക്കിയാവലുമില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ആളുകൾ അടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യും. അപ്പൊ ആരെ ഖബറായാലെന്താ? അതുകൊണ്ട് ജനനം, മരണം, ഖബർ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇതൊക്കെ ഒഴിവാക്കാനാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ആളുകൾ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളാണ്. പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഹിറാ ഗുഹയിൽ ഇപ്പൊ കൊണ്ട് ചെന്ന്, റബ്ബേ എന്തോരം നിസ്കാര ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഓരോറ്റ മദ്ഹബിന്റെ കിതാബിലും ഖുർആനിലും ഹദീസിലും ഏതായാലും ഇല്ല ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഒരു നിസ്കാരം കണ്ട. അങ്ങനെ ഒരു നിസ്കാരം അവിടെ പച്ച പെയിന്റ് അടിച്ചത്. ഈ പച്ച പെയിന്റ് ആയിരുന്ന അത് ഇസ്ലാമിന്റെ പെയിന്റാണ് മനസ്സിലാക്കി വെച്ചത്. ഓരൊറ്റ ഹദീസിലോ ആയത്തിലോ പച്ച പെയിന്റിനെ പറ്റിയിട്ട് ഇതൊക്കെ ഇസ്ലാമിലേക്ക് അതിന്റെയൊക്കെ വേരുകൾ പറഞ്ഞാൽ നമുക്ക് കുറെ ചിരിക്കാണ്ട്. എങ്ങനെ ഈ പച്ച അങ്ങനെ കയറിയെന്നൊക്കെ. അങ്ങനെ അതിന്റെ ഉള്ളിൽ ഒരു നിസ്കാരം. അല്ലാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങിയ സ്ഥലമാണ്, സന്ദർഭമാണ് ഹിറാ ഗുഹയിൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വാർഷികാഘോഷം സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ പോലും അവിടെ നിന്നല്ലേ തുടങ്ങുക. അല്ലാഹുവിന്റെ റസൂൽ ഇഖ്റഅ ബിസ്മി എന്ന ആയത്തുകൾ അവതരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്മരണ പുതുക്കാൻ, അയവിറക്കാനായി ആ ഹിറാ മലയുടെ മുകളിലേക്ക്, ഗുഹയിലേക്ക് പോയോ? സഹാബിമാരാരെങ്കിലും പോയോ? എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്തിനോ, ഏതെങ്കിലും ഒരു പ്രദേശത്തിനോ, ഏതെങ്കിലും ഒരു ദിവസത്തിനോ പുണ്യമോ പോരിശയോ വേണമെങ്കിൽ അത് അല്ലാഹു പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് റസൂല് പഠിപ്പിക്കണം. അല്ലാത്ത പക്ഷം അത് ദീനാക്കി ഉണ്ടാക്കലാണ്. അങ്ങനെ ദീനുണ്ടാക്കാൻ അല്ലാഹു ഒരാൾക്കും അനുവാദം നൽകിയിട്ടില്ല. അം ലഹും ശുറകാഉ ശറഊ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അങ്ങനെ ദീനുണ്ടാക്കാൻ അല്ലാഹു ഒരാൾക്കും അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ വീണ്ടും പറയട്ടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, അതുകൊണ്ട് യഥാർത്ഥ ശുദ്ധ ഇസ്ലാം ഈ പാരമ്പര്യ അവകാശപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മളോട് പലരും തർക്കിക്കാൻ വേണ്ടി വരിക. അത്തരം ആളുകൾ ആരെങ്കിലും പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരെ പിൻപറ്റിക്കൊള്ളട്ടെ. എന്താ കാരണം? സംശുദ്ധമായ, തെളിഞ്ഞ, പരിശുദ്ധമായ, പുണ്യം നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകൾ, ഇസ്ലാമിനോട് ഏറ്റവും കൂറും പ്രതിബദ്ധതയുമുള്ള ആളുകൾ, ആഴത്തിലുള്ള അറിവുള്ളവർ, കൃത്രിമമായി ഉണ്ടാക്കുന്നത്, കൃത്രിമത്വം വളരെ കുറഞ്ഞവർ, ഏറ്റവും ചൊവ്വായ ആളുകൾ, ഏറ്റവും നല്ല അവസ്ഥയിലുള്ളവർ. മാത്രമോ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായി പടച്ച റബ്ബ് തന്നെ തെരഞ്ഞെടുത്തവരാണവർ.
ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരെ ഫദ്ൽ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. വത്തബിഊഹും ഫീ ആസാരിഹിം, അവരെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റണം. ഫഇന്നഹും കാനൂ അലാ ഹുദൻ മുസ്തഖീം, കാരണം അവർ ശരിയായ വഴിയിലായിരുന്നു, റൂട്ടിലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കുന്നു, ഓരോന്ന് പുതിയതായി ഉണ്ടായതിനെ പറ്റി പറയാ. മാ അഹദസ ഖൗമുൻ ബിദ്അതൻ ഇല്ലാ റുഫിഅ മിനസ് സുന്നതി മിസ്ലുഹാ, പുതിയതായി ഒരു ബിദ്അത്ത് ഉണ്ടായിട്ടില്ല, ആ സ്ഥാനത്ത് ഒരു ബിദ്അത്ത് ഉണ്ടാകുമ്പോൾ ഒരു സുന്നത്ത് അവിടെ ഒന്ന് നഷ്ടപ്പെട്ടിട്ടല്ലാതെ. വളരെ ശരിയാണ്, വളരെ ശരിയാണത്. ഞാനൊരിക്കലും മുസ്ലിയാരോട് പറഞ്ഞു, 1260 ദിക്റുകളും ദുആകളും ഒക്കെയാണ് ഇമാം നവവിയുടെ കിതാബുൽ അദ്കാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ. അതിലെ ചെറിയ ദൗർബല്യങ്ങളൊക്കെ ഉള്ളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരു 500 ദിക്റും ദുആയും കൂട്ടിക്കൂടെ, 500 എണ്ണം. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും ചെയ്യേണ്ട ദുആകളും ദിക്റുകളും ഇതിനകത്തുണ്ട്. ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചത്. ഒരു മുസ്ലിം അത് പ്രായോഗികമാക്കാൻ തീരുമാനിച്ചാൽ അവന് സമയം മതിയാവൂല, അവന് സമയം മതിയാവൂല. ആ ദിക്ർ എത്ര ആളുകൾക്കറിയാം, എത്ര സലസ്സുകളിൽ അത് ചെല്ലുന്നു. എന്നിട്ട് ഓരോ സ്വലാത്ത് പുതിയ പുതിയ പേരിൽ ഇങ്ങനെ സ്വലാത്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ ദിക്റുകൾ എന്തിന് ഇമാം നബവി രചിച്ചു? ഇതെങ്ങനെ ഒരു പുസ്തകം രചിച്ചു? എന്നിട്ട് പുതിയതായി കണ്ടെത്തിയ ശിർക്ക് അടങ്ങിയ അത് ജനങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. അപ്പൊ സാധാരണക്കാർക്ക് തിരിയണില്ല. അപ്പൊ മുസ്ലിയാരെ വക പരിഭാഷയും കുറ്റാമെന്നാവാഹനമിൽ അറ്റാമില്ല കേറി ഞാൻ താങ്കളോടന്യായം യാ സയ്യിദി ഖൈറൻ നബി. ഇങ്ങനെ ഒരു ദുആ അല്ലാഹു പഠിപ്പിച്ചോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ? സഹാബത്ത് ആരെങ്കിലും പഠിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അവന്റെ ഉത്തരം നൽകും. ഏതു ആര് കെട്ടിയുണ്ടാക്കി? ഇനി അതിന് ശിർക്കൊന്നുമില്ല. എങ്ങനെ വ്യാഖ്യാനിച്ചാൽ അല്ലാഹ് പഠിപ്പിച്ചതാണോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? സഹാബിമാര് ചൊല്ലിയതാണോ? ആരെ പിന്തുടരാനാണ് അല്ലാഹുവിന്റെ കൽപ്പന? അല്ലാഹുവിന്റെ റസൂൽ ആരെ അനുധാവനം ചെയ്യാനാണ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത്? എന്താ ചോദിച്ചാൽ അപ്പൊ ഇന്ന ഇമാമ് പറഞ്ഞില്ലേ, മറ്റേ ഇമാമ് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞോ? അയാൾ വലിയ പോരിശയാക്കപ്പെട്ട ആളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പോരിശയാക്കപ്പെട്ട ആരാണ് ഈ ലോകത്തുള്ളത്? മനുഷ്യരുടെ കൂട്ടത്തിലെ പ്രവാചകന്മാര് കഴിഞ്ഞാൽ. അപ്പൊ അതുമായി ഒന്ന് താരതമ്യം ചെയ്ത് അവിടെയാണ് ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സുന്നത്ത് പോകുമ്പോ, ഒരു വിധിവത്ത് വരുമ്പോ ഒരു സുന്നത്ത് പോകും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ റജബ് മാസമാണുള്ളത്. റജബ് മാസം, റജബ് 27. റജബ് 27 ഒരു നോമ്പ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ല. മാത്രമല്ല ഇമാം ഇബ്നു ഖുദാമ തന്റെ മുഗ്നിയിൽ പറയാ, വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യദ്രിബുൻ നാസ് ഹത്താ യഅകുലു. തല്ലാറുണ്ടായിരുന്നു, തിന്നടാ അവിടെ നിന്ന്. ഇത് ജാഹിലിയ കാലത്ത് ജാഹിലിയ മുശ്രിക്കുകൾ ബഹുമാനിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു മാസമാണ്. ഇജ്ജ് എവിടെ നിന്നാണ് പഠിച്ചത്? തിന്നടാ അവിടെ നിന്ന് അടിക്കുമായിരുന്നു എന്ന്. ഉമർ ഖത്താബ് റജബ് 27 എന്താണ് ഇസ്രാഉം മിഅ്റാജും. അത് അറബികൾക്ക് വരിക, ഇന്ത്യയിൽ നോക്കണം. മറ്റേ ആള് പറഞ്ഞല്ലോ, നിങ്ങൾ ആട് ചെന്നാ മതി. റജബ് 27 ഇസ്രാഉം മിഅ്റാജും നടന്നത് എന്ന് ആധികാരികമായ ഒരു തെളിവുമില്ല. അക്ക അന്ധവിശ്വാസമാണ്. ഏത് ഇവരൊക്കെ അംഗീകരിക്കുന്ന ഇമാമാരുടെ ഏറിപ്പന്ത റബീഉൽ അവ്വലാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല മാസങ്ങളും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെട്ട് പറയാനും സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് അറിയുന്നത്, സൂറത്ത് തൗബയിലെ നസീനെ പറ്റിയിട്ടുള്ള ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് മാസത്തിനൊന്നും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് ആ ഡേറ്റ് കൃത്യമായിട്ട് അറിയാത്തത്. ഓരങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നസി എന്ന് പറഞ്ഞാൽ. എന്താ 4 മാസം യുദ്ധം വിലക്കപ്പെട്ടത്? അത് പണ്ടേ ഉള്ളതാ. മുശ്രിക്കുകൾക്കും അത് അറിയാമായിരുന്നു. അവരാ ബഹുമാനിച്ചത് ഇബ്രാഹിമി മില്ലത്തിൽ പെട്ടുകൊണ്ട്. അപ്പൊ മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യാൻ പൂതിയായാലും ഓരോന്ന് വരും. ഇതിപ്പോ ഏതാ മാസം? ഇത് മുഹറം. ഇപ്പൊ ഒരു യുദ്ധം ചെയ്താൽ തിരക്കേടില്ലല്ലോ. ശരിയെന്നെ. അപ്പൊ ഇത് മുഹറാണല്ലോ, പറ്റൂല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മുഹറം അടുത്ത മാസത്തേക്ക് നിർത്തിയേക്കാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഒരു മാസം തന്നെ അങ്ങോട്ട് മാറ്റുക. അള്ളാഹുവിനെ പറ്റിക്കുകയാണെന്നത്. അപ്പൊ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഏതുപോലെ എന്നാല് അതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം എത്ര നോക്കൂ നിങ്ങൾ. ഉദാഹരണമായി ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ജുമാ ദിവസം. ഇന്നിപ്പോ നമ്മളെ പാർട്ടി പരിപാടി ഉണ്ടല്ലോ, പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജുമയായിട്ട് പാടി ആ ഒരു കാര്യം ചെയ്യാം. ജുമ നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് മറ്റന്നാൾ കേൾക്കാം. അങ്ങനെ ഇങ്ങനെ ആക്കിയിരുന്ന മുശ്രിക്കുകൾ. അപ്പൊ മാസം തന്നെ അങ്ങോട്ട് മാറ്റുക. ഇങ്ങനെ കുറെ ആട് മാറ്റുമ്പോ ഏതാ വെള്ളിയാഴ്ച ഏതാ ബുധനാഴ്ച എന്ന് തിരിയില്ല. അങ്ങനെ മാസം ഏതാണെന്ന് തിരിയാത്തൊരു കാലം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മനസ്സിലാകാതെ വന്നു. ഇത് തിരിച്ചറിയാൻ ഒരു മാർഗമാണ്. ആകെ കൂടി മാറി ഇത് എന്നിട്ട് പിന്നെ മുഹറം വേറെ സമയത്ത് കാക്കുക. അവസാനം അള്ളാഹു വഹീയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇപ്പൊ വന്ന് പഴയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന സമാനക ദാറത് കഹയതി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ അല്ലാഹു സൃഷ്ടിച്ച അന്നു കാലത്തെ അതേ പോയിന്റിൽ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അങ്ങനെ ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നസീനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്രി യുഹല്ലൂനഹു ആമൻ വയുഹർരിമൂനഹു ആമാ ലിയുഹല്ലൂ മാ ഹറമല്ലാഹു. അല്ലാഹു ഹലാലാക്കി ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത പരിപാടിയായിരുന്നു. അങ്ങനെയാണ് ആ ദിവസം അന്ന് മുതൽ പിന്നെ കൃത്യമായി തീർന്നു. പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റാതെയാകുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഞാനിത് പറഞ്ഞത് എന്തിനാ, ഒരു വിധിയത്തോട് വരുമ്പോ പല സുന്നത്തുകളും പോകുമെന്നാണ്. സുന്നത്തായ നോമ്പുകളെ സംബന്ധിച്ച് എവിടെയാണുള്ളത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച എന്ന് കൂട്ടിക്കോ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നു. റസൂൽ അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസമാണത്. ഏത് തിങ്കളാഴ്ച? അത് റബീഉൽ അവ്വൽ മാത്രമല്ല, എല്ലാ ആഴ്ചയും ഉണ്ടല്ലോ തിങ്കളാഴ്ച. പക്ഷെ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച പായസം വെച്ച് വിളമ്പണം, അതാ സുന്നത്ത്. റസൂല് പഠിപ്പിച്ചു നോമ്പെടുക്കാൻ. അത് ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് സ്വന്തമായിട്ട് പലതും ഉണ്ടാക്കിയിട്ട് അത് ആഘോഷിക്കുക, പായസം വെച്ച് വിളമ്പുക. അപ്പോ അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുക നേരെ ചെയ്യുകയും ചെയ്യാം. സ്നേഹിക്കുന്നു, നീ അവകാശപ്പെടുന്നു, അതുപോലെ നീ സ്നേഹിക്കുന്നതായി നടിക്കുന്നു, പ്രകടിപ്പിക്കുന്നു. ഇത് കേട്ട് കേൾവിയില്ലാത്തൊരു സംഗതിയാണ് കേട്ടോ. നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ ആ സ്നേഹിക്കുന്ന ആരെയാണോ അവരനുസരിക്കുമായിരുന്നു എന്ന്. കാരണം സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ് തത്വം. തഹജ്ജുദ് നിസ്കാരം ഭയങ്കര ഇഷ്ടം. സുബൈക്ക് വരെ എണീക്കുകയില്ല, മൂരി ഉറക്കുക. എന്ന് പറയോ? അപ്പൊ അതാണ് ഇവിടെ ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നത്, പല സുന്നത്തുകളും വിസ്മരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുതുബയിലും ഓരോ ക്ലാസും തുടങ്ങുമ്പോൾ പറയുന്നു ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ദീനിൽ പുതിയതായി ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് പറയാം ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല. അപ്പൊ ചില ആളുകൾ നല്ല ബിദ്അത്ത് ഉണ്ടല്ലോ, ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, സകല ബിദ്അത്തും ദലാലത്താണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, ഇമാം നസായി റിപ്പോർട്ട് ചെയ്തതിൽ ഒരു അധിക ഭാഗമുണ്ട് എല്ലാ ദലാലത്തും നരകത്തിലുമാണ് എന്ന്. അപ്പൊ പിന്നെ അങ്ങനെ നല്ല ബിദ്അത്ത് ഉണ്ടാകുക? അടുത്തൊരു വാട്സപ്പ് സംവാദത്തിൽ ഒരു മുസ്ലിം നല്ല വിധത്തിൽ മറുപടി വന്നു. അപ്പൊ ഞാൻ അയാളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, വേറെ സുഹൃത്തിന് മറുപടി ഇട്ടാൻ വേണ്ടി എന്നോട് ഞാൻ പറഞ്ഞു, ഒരു സുജൂദ് ചെയ്യുന്നതിന്റെ ഹുക്കം എന്താന്ന് ചോദിച്ചോ. സുജൂദ് ചെയ്യുന്നതിന്റെ ഹുക്കം നല്ല വിധത്താണല്ലോ, നല്ല വിധത്ത് പറ്റുമെന്നാണ് പറയുന്നത്. ചീത്ത വിധത്തുണ്ട് നല്ല വിധത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സുജൂദ് ചെയ്യാൻ നല്ലോണം ഒതെടുത്ത് ഖിബിലക്ക് തിരിഞ്ഞ് തക്ബീർ ചൊല്ലി എന്നിട്ട് നിസ്കാരത്തിലുള്ള സുജൂദല്ല, നിസ്കാരം കഴിഞ്ഞിട്ടോ നിസ്കാരത്തിന്റെ മുമ്പോ വെറുതെ ചൊറിഞ്ഞു മാതി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണിയെടുക്കേണ്ടത് ഒരു സുജൂദാണ് ചെയ്യാം. വെറുതെ സുജൂദല്ല, അല്ലാഹുവുമായി ഏറ്റവും അടുത്തൊരു മനുഷ്യനാകുന്നത് അവൻ സുജൂദിലാകുമ്പോഴാണ്. അപ്പൊ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ജുദ് വഖ്തരിബ് ഇഷ്ടംപോലെ ആയത്തുണ്ട്. വകുൻ മിനസ് സാജിദീൻ, ആയത്തുകളും ഹദീസുകളും എത്രയോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു സുജൂദ് അങ്ങോട്ട് ചെയ്യട്ടെ. അത് നല്ല വിധത്താവോ ഇല്ലേ? ഞാൻ ആ ചോദ്യം ചോദിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം കാത്തുന്നു. അപ്പൊ ഞാൻ ഇയാളോട് ചില അയാൾ മറുപടി പറഞ്ഞില്ലേ, അല്ല മറുപടി വന്നിട്ട് ഞാൻ ഇതിന് മറുപടി ഇത് മാത്രം നേരമുള്ളൊരു ചോദ്യം ചോദിച്ചേ. ആണെന്ന് നല്ല വിധത്താണ് പറ്റുന്നു എന്നാലും കുടുങ്ങി, പറ്റൂല എന്ന് പറഞ്ഞാലും കുടുങ്ങി. പറ്റൂല എന്ന് പറഞ്ഞാൽ നല്ല വിധത്ത് എന്ന് പറഞ്ഞ പരിപാടി ഒന്നില്ല എന്ന് വരും. പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ധൈര്യക്കുറവ് അദ്ദേഹത്തിന്. നിങ്ങൾ നോക്കൂ, ഷാഫി മദ്ഹബിലെ ശറഹുൽ മുഹദ്ദബ് മുതൽ നിഹായത്തുൽ മുഹ്താജ് മുതൽ തുഹ്ഫ മുതൽ എല്ലാ കിതാബിലും കാണാം വലൗ തഖറബ ഇലല്ലാഹി ബിസജ്ദത്തിൻ മിൻ ഗൈരി സബബിൻ ഹറമാ. എന്താ പോയി വർത്താനം? വലൗ തഖറബ ഇലല്ലാഹി ബിസജ്ദത്തിൻ, അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സുജൂദ് ഒരാൾ നിർവഹിച്ചാൽ മിൻ ഗൈരി സബബിൻ, യാതൊരു കാരണവുമില്ലാതെ ഹറമാ, അത് ഹറാമാകുന്നു. വലൗ ബഅദ സലാത്തിൻ, അത് നിസ്കാരത്തിന് ശേഷമായാലും ശരി. കമാ യഹ്റുമു ബിറുകൂഇൻ മുഫ്റദിൻ വനഹ്വിഹി, അതുപോലെ തന്നെ സ്വന്തമായ റുകൂഉം അങ്ങനെ തന്നെയാകും, അതുപോലുള്ള കാര്യങ്ങളും. ലിഅന്നഹു ബിദ്അത്തുൻ, ലിഅന്നഹു ബിദ്അത്തുൻ, കാരണം അത് ബിദ്അത്താണ്. എത്രത്തോളം അതിലേറെ കേൾക്കണമെങ്കിൽ ഫഇദാ ശക്കഹൽ ഗസല സലാസൻ ഔ മറത്തൈനി അഖദ ബിൽ അഖല്ലി വഗസല അൽ ഉഖറാ. ഒന്നെടുക്കുന്ന ഒരാളെ 3 പ്രാവശ്യമാണോ 4 പ്രാവശ്യമാണോ കഴുകിയെന്ന് സംശയം തോന്നിയാൽ സാധാരണ മദ്ഹബിന്റെ കിതാബുകളിലൊക്കെ കാണാം ഏറ്റവും കുറഞ്ഞതിനെ പിടിക്കുക. 4 റക്അത്താണോ നിസ്കരിച്ച 3 റക്അത്താണോ സംശയം 3 ഉറപ്പിക്കുക, ഉറപ്പുള്ളതിനെ പിടിക്കുക എന്നാണ്. അങ്ങനെപോലെ 3 പ്രാവശ്യമാണോ കഴുകിയത് 4 പ്രാവശ്യമാണോ സംശയം തോന്നിയാൽ 3 എന്ന് ഉറപ്പിച്ചാൽ 2, 3 ഒക്കെ ആണെങ്കിൽ 2 മേൽ ഉറപ്പിക്കുക എന്നാണ്. വഖീല يأخذ بالأكثر حذرا من أن يزيد رابعة فإنها بدعة. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ത് 3, 4 അല്ലെങ്കിൽ 3, 2 സംശയം തോന്നാൻ 3 തന്നെ ഉറപ്പിക്കണം. കാരണം 4ാമതൊരു പ്രാവശ്യം കഴുകുമ്പോൾ അത് വിദഗ്ധാവും. എന്നിട്ട് അതിന് ശേഷം അതിന് കാരണം പറയാം, ഒരു സുന്നത്ത് ഒഴിവാക്കലാണ് ഒരു വിദഗ്ധത്ത് ചെയ്യുന്നതിനേക്കാൾ നിസ്സാരം. എന്തിനാ, ഏത് വിഷയത്തിലാ ഈ പറയുന്നത്? ഒരു റസൂല് പഠിപ്പിച്ചത് 3 പ്രാവശ്യം കഴുകാനാ. എന്തേ 4 പ്രാവശ്യം കഴിക്കുന്നത് നല്ല വിദഗ്ധത്തല്ലേ? അപ്പൊ ഈ നല്ല വിദഗ്ധത്ത് എന്ന് പറയുന്ന ആളുകളെ നിർവചനം ചോദിക്കൂ നിങ്ങൾ. അങ്ങനെ അള്ളാന്റെ റസൂൽ പറഞ്ഞ കഴിഞ്ഞു കഥ. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിന്റെ എല്ലാ കിതാബിലും കാണാം കുല്ല ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതിക അർത്ഥത്തിലുള്ള ബിദ്അത്താണ്. ആ അർത്ഥത്തിലുള്ള ബിദ്അത്തിൽ നല്ലതും ചീത്തയുമില്ല, സകലം ദലാലത്ത് തന്നെയാണ് എന്ന്.
എന്നിട്ട് നോക്കൂ നിങ്ങൾ, അതായത് 3ഓ 4ഓ സംശയം തോന്നിയാൽ 4 മൂന്നാണെന്ന് വെച്ചിട്ട് 4ാമതും കൂടി കഴുകുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇത് വിധികത്താവൂല എന്നുള്ളതിന്റെ മറുപടി പറഞ്ഞു നോക്കൂ നിങ്ങൾ. അവിടെ പഠിക്കാണ്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇർതികാബുർ റാബിഅത്തി ആലിമൻ ബികൗനിഹാ റാബിഅ. നാലാമത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴുകിയാൽ അപ്പോഴാ വിധികത്താകുക. അത് മതിയല്ലോ. അപ്പൊ കയ്യും കാലും കുറച്ചധികം കേൾക്കുന്നത് വിധികത്താവുന്ന അപ്പൊ പറഞ്ഞു. സുന്നത്തിനെതിരാണ്. ഇതൊക്കെ കിതാബുകളിൽ ഉണ്ടായിട്ടാണ് ഈ ആളുകളൊക്കെയും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി നിശ്ചയമില്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് വിശ്വാസം ക്ലിയറാക്കുക എന്നതാണ് ആദ്യം തന്നെ റസൂൽ ചെയ്തത്. എന്തെല്ലാം വിശ്വാസങ്ങളായിരുന്നു ജാഹിലിയ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നത്, എല്ലാം റസൂല് ഒരവസരം കിട്ടിയാൽ റസൂൽ അവിടെ ഇടപെടുമായിരുന്നു. ബുഖാരിയിൽ കാണാം, ബുഖാരി മുസ്ലിം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ ഇൻകസഫത്തി ശംസു യൗമ മാത ഇബ്രാഹിം. ഇബ്രാഹിം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ മരിച്ച ദിവസം ഗ്രഹണമുണ്ടായി. ഫഖാല അന്നാസ്, അപ്പൊ ജനങ്ങളൊക്കെ പറഞ്ഞു ഇത് റസൂലിന്റെ കുട്ടി മരിച്ചതിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറെ വിഷമമുണ്ടായ ഒരു ദിവസമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ആൺകുട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവൂലേ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് എല്ലാം പെൺകുട്ടികളാണ്. അപ്പൊ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ഭാര്യയ്ക്ക് പ്രസവിക്കാമെന്ന് വരുന്ന ഒരു ആൺകുട്ടി കൂടി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. വേറൊരാൾക്ക് ഒക്കെ ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടി കൂടി ഉണ്ടാകട്ടെ, അതൊരു വലിയൊരു ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സന്താന പരമ്പര നിലനിൽക്കാൻ തനിക്ക് താങ്ങും തണലുമായി ഒരു അരുമ സന്താനം, ഒരു ആൺകുട്ടി ഉണ്ടാകാൻ പിതാവിനെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിഞ്ഞിട്ടില്ല. ഉമ്മയെ മര്യാദയ്ക്ക് മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ആ പരിചരണം ലഭിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടില്ല. പിതാമഹനും ഏറെ താമസിയാതെ തന്നോട് വിട പറഞ്ഞു. അങ്ങനെ പൂർണ്ണ അനാഥത്വത്തിൽ വളർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഖാസിം മരിച്ചു. പിന്നീടുണ്ടായ ആകെയുള്ള ഇബ്രാഹിം, തന്റെ അരുമ സന്താനം ആ ആൺകുട്ടിയും ഇതാ കണ്ണടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യസനം സഹിക്കവയ്യാതെ താരതാരയായി കണ്ണുനീരൊലിപ്പിച്ചു പ്രവാചകൻ. അൻത തദ്മഉ ഐനാക യാ റസൂലല്ലാഹ് വ അൻത റസൂലുള്ളാഹ്. പ്രവാചകരെ, അങ്ങയുടെ കണ്ണിൽ നിന്ന് ഇതാ കണ്ണുനീരൊലിക്കുന്നല്ലോ. അത്രയും പ്രയാസമുള്ള ദിവസമായിരുന്നു ഇബ്രാഹിം മരിച്ച ദിവസം. ആ പൈതലിന്റെ മൃതദേഹം നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നൽ ഖൽബ യഹ്സൻ വ ഇന്നൽ ഐന തദ്മഅ വ ഇന്നാ ലിഫിറാഖിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം. എന്റെ വിഷമം പടച്ച തമ്പുരാൻ അറിയാം ഇബ്രാഹിം. ഇതാ എന്റെ കണ്ണുകൾ അശ്രു പൊഴിക്കുന്നു, എന്റെ ഹൃദയം പോവുന്നു. നിന്റെ വേർപാടിൽ വല്ലാത്ത വിഷമമുണ്ട് ഇബ്രാഹിം. ആ സന്ദർഭത്തിൽ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ പ്രവാചകന് തന്നെയും പറയാമായിരുന്നു, ഇത്രയും ദുഃഖമുള്ള അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെയേറെ ദുഃഖമുള്ള പല കാര്യങ്ങളിൽ ഒന്നായിരുന്ന ഇബ്രാഹിമിന്റെ മരണ ദിവസം സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അതിൽ പ്രകൃതി ക്ഷോഭിച്ചതാണ്, പ്രകൃതി അനുശോചിച്ചതാണ്. സൂര്യനും ചന്ദ്രനുമെല്ലാം ആ ദുഃഖത്തിൽ പങ്കുചേർന്നതാണെന്ന് പ്രവാചകൻ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുവാനോ അവിശ്വസിക്കുവാനോ ആരുമില്ലാതെ സമൂഹത്തിൽ അത്രമാത്രം പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകനെ ആദരിക്കുകയും ചെയ്ത സമൂഹത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വന്നത് അതിനു വേണ്ടിയല്ല.
മനുഷ്യരുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. അവരെ നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിന്റെ പാതയിലൂടെ കൊണ്ടുപോയി ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ കൊണ്ടെത്തിക്കുവാനാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ അവിടെ വ്യക്തമാക്കുന്നു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ഒരു സയൻസ് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ആരെങ്കിലും ജനിക്കുന്നതും ജീവിക്കുന്നതുമായിട്ടൊന്നും ഇതിനൊരു ബന്ധമില്ല കുട്ടികളെ. ആ കാലമൊക്കെ കഴിഞ്ഞു. ആ വിശ്വാസമൊക്കെ വലിച്ചെറിയേണ്ട സമയമാണിത്. ഇതൊക്കെ പ്രകൃതി പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് അതൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന്. അങ്ങനെയുള്ള ഈമാനിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന റസൂല് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. ആ ഈമാനിനെ ഇമ്പമുള്ളതും ഏറെ ഇഷ്ടമുള്ളതുമാക്കി ഞങ്ങളെ ഹൃദയത്തിലാക്കി തരയണമേ പ്രവാചകൻ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് ആ പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ ആ സമൂഹത്തിൽ ഈ വിശ്വാസം നേരെയാക്കാനാണ് പണിയെടുത്തത് മുഴുവൻ. ആയിഷ റളിയല്ലാഹു അൻഹ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു ആ സംഭവം. إنما نزل أول ما نزل منه سورة من المفصل فيها ذكر الجنة والنار. സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് സൂചനയുള്ള കിടിലം കൊള്ളിക്കുന്ന പ്രയോഗങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ ഇളക്കി മറിക്കുന്ന, അവരുടെ വിശ്വാസങ്ങളെ ശരിയാക്കുന്ന ആയത്തുകളാണ് ആദ്യമായി അവതരിച്ചത്. ഹത്താ ഇദാ സാബന്നാസു ഇലൽ ഇസ്ലാം. അങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും അവരുടെ ജീവിതത്തിൽ എല്ലാം വിശ്വാസം പൂർണ്ണമായി രൂഢമൂലമാവുകയും ചെയ്തപ്പോൾ നസലൽ ഹലാലു വൽ ഹറാം, ഹലാലും ഹറാമും ഉറങ്ങുകയുണ്ടായി. വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലൂ ലാ നദഉൽ ഖംറ അബദാ. ആദ്യം തന്നെ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഖുർആൻ അവതരിച്ചിരുന്നെങ്കിൽ ആ സമൂഹം ഒറ്റക്കെട്ടായി പറയുമായിരുന്നു, ഇതൊഴിവാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. വലൗ നസല ലാ തസ്നൂ ലഖാലൂ ലാ നദഉൽ സിനാ അബദാ. ആദ്യം തന്നെ ഇറങ്ങിയിട്ട് വ്യഭിചരിക്കരുത് എന്നായിരുന്നു ആദ്യം തന്നെ ഖുർആനിൽ ഇറങ്ങിയിരുന്നതെങ്കിൽ ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കാൻ തയ്യാറല്ല എന്നവർ പ്രതികരിക്കുമായിരുന്നു എന്ന്. ഇനി ശിർക്ക് വന്നതിൻ്റെയൊക്കെ വഴികൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ കിതാബുകളിലുണ്ടല്ലോ. എങ്ങനെ എന്താ ഈ ഫോട്ടോ എടുത്താലുള്ള പ്രശ്നം? പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ എന്താ പ്രശ്നം? വീട്ടിന്റെ മുമ്പിൽ ഒരു പ്രതിമ എങ്ങനെ ഉണ്ടാക്കി? എന്താ അതിനെ കൊണ്ടുള്ള കുഴപ്പം? അതുകൊണ്ട് എന്താ ഇവിടെ തകർന്നു പോവുക? അപ്പൊ ഇസ്ലാം എന്താ ചെയ്തത്? ഈ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ശിർക്കുമൊക്കെ അതിൽ ആപ്പതിച്ച് കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തെ ആ വഴിക്കേ തിരിയാത്ത വണ്ണം അവരെ ശുദ്ധീകരിച്ചെടുക്കുക, എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുന്ന. ഇബ്ലീസിന്റെ കഥ തന്നെ ഖുർആനിൽ വിശദീകരിച്ച് പറഞ്ഞതിനാ? അള്ളാഹ് ഇബ്ലീസിന്റെ ദ്വാ ആവശ്യം അടക്കം അള്ളാഹ് പരിഗണിക്കുന്നുള്ളതിനാ. ചില ആളുകൾ പറയും, നമ്മൾ ഒറ്റക്ക് അള്ളാഹിനോട് ഈ കുറ്റൊക്കെ ചെയ്ത നമ്മൾ ദ്വാ ചെയ്ത അള്ളാഹ് സ്വീകരിക്കോ? എന്നിട്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ കഥയൊക്കെ എങ്ങനെ പറയും? എല്ലാ കൂട്ടരെ ഖുർആൻ ഓതിക്കൂടെ നിങ്ങൾക്ക്? ഇബ്ലീസ് അള്ളാഹിന് ഒരു ആവശ്യമാണ് പറഞ്ഞത്, ഒറ്റ ആവശ്യമാണ് ഇബ്ലീസ് പറഞ്ഞത്. അള്ളാഹ് അപ്പൊ തന്നെ എന്തേ ഇബ്ലീസ് പറഞ്ഞ എനിക്ക് പെർമനന്റ് വിസ വേണം, കാലാവധി അടക്ക് വെച്ച് തീരരുത്. എത്ര കാലം പോകണോ? അത് ഖിയാമത്ത് നാൾ വരെ. ധിക്കാരിയായ ഇബ്ലീസ് പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷയാണ്. ആരാ ഇബ്ലീസിനേക്കാളും വലിയ പോക്കിരിയുള്ളത്? ആരാ ഇബ്ലീസിനേക്കാളും വലിയ കുറ്റം ചെയ്തവരുള്ളത്? ആ ഇബ്ലീസിനോട് അല്ലാഹു പറയുന്നു, ഇന്നക മിനൽ മുൻദരീൻ. അപ്പ അടിച്ചു കൊടുത്ത് അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് വിശ്വാസം ഇതൊക്കെ എന്താ സൂറത്ത് ചിത്രം അങ്ങനെ തന്നെ ഈ പ്രതിമേനൊക്കെ പിന്നിൽ
കാരണം അതൊക്കെ ഉണ്ടായതിനെ പറ്റി പറയാ. ഖുർആൻ സൂറത്ത് നൂഹിൽ കുറെ നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്ന കുറെ ആരാധ്യ പുരുഷന്മാരെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, അസ്മാഉ റിജാലിൻ സാലിഹീൻ, നല്ല മനുഷ്യരുടെ പേരുകളാണ് അതൊക്കെ. ഏത്? വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്ർ, ഒക്കെ നല്ല മനുഷ്യർ, തങ്ക കുടങ്ങളാണ്. മിൻ ഖൗമി നൂഹിൻ ഫലമ്മാ ഹലകൂ, അവരെ കാലശേഷം അവർ മരിച്ചപ്പോൾ ഔഹശ്ശൈത്താനു ഇലാ ഖൗമിഹിം, പിശാചി ആ ജനതയിലേക്ക് വഹി നൽകി, അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബാ, അവരിരുന്നിരുന്ന സദസ്സിൽ, അവരിരുന്നിരുന്ന മജ്ലിസിൽ ഇവർക്ക് വേണ്ടി പ്രതിമകൾ നാട്ടാൻ പിശാച് വഹി നൽകുന്നു. വസമ്മൂഹാ ബിഅസ്മാഇഹിം, എന്നിട്ട് ഈ മനുഷ്യരുടെ പേരൊക്കെ അതിന് ചാർത്തി കൊടുക്കൂ. ഫഫഅലൂ, അങ്ങനെ അവരത് ചെയ്തു. ആരാധിച്ചൊന്നുമില്ല. അങ്ങനെ ആ തലമുറ അങ്ങനെ മാറി. അതിങ്ങനെ മാറി. ഫലം തുഅബദ്, ആ കാലത്തൊന്നും ആരും അതിനെ ആരാധിച്ചിരുന്നില്ല. അങ്ങനെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഇവർക്ക് പരിചയമുള്ള കുറെ നല്ല മനുഷ്യന്മാർ ഓർമ്മക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. ഹത്താ ഇദാ ഹലക ഉലൈക വതനസ്സഖൽ ഇൽമു ഉബിദത്, അങ്ങനെ ഈ കഥയും ചരിത്രമൊക്കെ ആളുകൾ മറന്നുപോയി. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതാർതാ? ഇത് നല്ല മനുഷ്യനായിരുന്നു, മൂപ്പർ ഓർമ്മക്ക് വേണ്ടി ഇവിടെ നാട്ടി വെച്ചതാ. അൽഹംദുലില്ലാഹ്, ഇങ്ങനൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നോ ഈ കാലത്ത്? ആ കാലത്ത് എന്തൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ അവരെ ഭാഗം കഴിഞ്ഞപ്പോ വേറെ കൂട്ടർ. അപ്പൊ പിന്നെന്തായി? അത് വിഗ്രഹങ്ങളൊക്കെയും ആരാധ്യ പുരുഷന്മാരായി മാറി. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയാ, വകാനത്തിൽ അബ്നാഉ തബറുൽ അബാ, സന്താനങ്ങൾക്ക് പിതാക്കന്മാരോട് വല്ലാത്ത കടപ്പാടും സ്നേഹവും ഉണ്ടായിരുന്നു. ഫമാത റജുലും മിൻഹും, അങ്ങനെ ഇരിക്കെ അവരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, മരിക്കുന്നു. ഫജസാ അലൈഹി ഫജഅല ലാ യസ്ബിറു അൻഹു, വാപ്പ മരിച്ചപ്പോൾ മകനൊട്ടും സഹിക്കാതെ അക്ഷമ പുലർത്തി. ഫത്തഖദ മിസാലൻ അലാ സൂറത്തിഹി, അങ്ങനെ ആ പിതാവിന്റെ ഓർമ്മക്കായി ഒരു രൂപം ഉണ്ടാക്കുന്നു. ഫകുല്ലമാ ഇസ്താഖ ഇലൈഹി നദറഹു, വാപ്പയെ ഓർമ്മ വരുമ്പോഴൊക്കെയും ആ ചിത്രത്തിലേക്ക്, ആ രൂപത്തിലേക്ക്, ആ ബിംബത്തിലെ ആ പ്രതിമയിലേക്ക് നോക്കും. സുമ്മ മാത, അങ്ങനെ ആ മകൻ മരിച്ചു. ഫഫുഇല ബിഹി കമാ ഫുഇല, ആ പിതാവിനെ ഈ മകൻ ചെയ്തതുപോലെ ഈ മകൻ മരിച്ചപ്പോൾ ഈ മകന്റെയും പ്രതിരൂപം മക്കൾ ഉണ്ടാക്കി വെച്ചു. അച്ചാ തതാബഉ അലാ ദാലിക ഫമാതൽ ആബാഉ ഫഖാലൽ അബ്നാഉ മത്തഖദ ആബാഉനാ ഹാദി ഇല്ലാ അന്നഹാ കാനത് ഹാലിയതഹും ഫഅബദൂഹാ, ഈ ആളുകളൊക്കെയും ആരാധ്യന്മാരായതുകൊണ്ടല്ലാതെ ഒരിക്കലും അങ്ങനെ അവർ പ്രതിരൂപങ്ങൾ ഉണ്ടാക്കി വെച്ചതല്ല. അതുകൊണ്ട് എല്ലാവരും ആരാധിക്കുവാൻ പാകത്തിൽ അങ്ങനെ ആരാധിച്ച് തുടങ്ങുകയായിരുന്നു. അത് ഇമാം ഇബ്നു കസീർ പറയുന്നു. നോക്കുമ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വായിക്കണത് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നത് കൊണ്ടാണ്. വകാന വദ്ദു റജുലൻ മുസ്ലിമാ, ബുദ്ധെന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു. വകാന മുഹബ്ബബൻ ഫീ ഖൗമിഹി, നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട വാത്സല്യനിധിയായിരുന്നു. ഫലമ്മാ മാത യഅതഫു അലാ ഖബ്രിഹി ഫീ അർളി ബാബിൽ വജസഉ അലൈഹി, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചുറ്റും എല്ലാവരും കൂടി പോയിരുന്നുകൊണ്ട് അക്ഷമ പുലർത്തുകയുണ്ടായി. ഫലമ്മാ റഅ ഇബ്ലീസു ജസാഹും അലൈഹി, ആ കാര്യത്തിൽ അവരുടെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടപ്പോൾ ഇബ്ലീസ് ഇടപെടുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഇന്നി അറാ ജസാകും അലാ ഹാദർ റജുലി ഫഹല്ലകും അൻ നുസവ്വിറ ലക്കും മിസ്ലഹു ഫയകൂനു ഫീ നാദികും ഫതദ്കുറൂനഹു, നിങ്ങളുടെ വിഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ ഒരു പ്രതിരൂപം ഉണ്ടാക്കി തരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ ഫിറ്റാക്കി വെക്കാം. അവർ പറഞ്ഞു. എന്നിട്ട് അവരുടെ ക്ലബിൽ തന്നെ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. രണ്ടാം ഘട്ടം ബിലീസ് എന്ന് പറഞ്ഞത്, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ക്ലബ്ബിക്ക് വരണ്ടേ, ഓർമ്മയാകുമ്പോ ആ അധികാരം നിൽക്കണ്ട, നിങ്ങൾ ഓരോരുത്തരെയും കുടിക്ക് തന്നെ കൊണ്ടുപോയി വെച്ചുതരാം. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ കുടിയിലുമായത്.
فيكون له في بيته فيذكرونه قالوا نعم قال فمثل لكل أهل بيت تمثالا مثله അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. ഫഅഖ്ബലൂ ഫജഅലൂ യദ്കുറൂനഹു ബി വഅദ്റക അബ്നാഉഹും ഫജഅലൂ യറൗന മാ യസ്നഊന ബി ഖാല വതനാസലൂ വദറസ അംറു ദിക്രിഹിം ഇയ്യാഹു ഹത്ത ഇത്തഖദൂഹു ഇലാഹൻ യഅബുദൂനഹു മിൻ ദൂനില്ലാഹ്. അങ്ങനെ അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന കോലത്തിൽ അങ്ങനെ അത്തി. فكان أول ما عبد من دون الله ود. അങ്ങനെ ആദ്യം അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെട്ടത് ഈ വദ് എന്ന് പറഞ്ഞ ഈ വിഗ്രഹമായിരുന്നു. തഫ്സീറുകൾ ഇതൊക്കെ പറഞ്ഞത് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞു. ഇനി അങ്ങോട്ട് എത്തുന്നതിനെ സംബന്ധിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കൂ. എന്നിട്ട് ഇമാം റാസി റഹിമഹുല്ലാ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവർ അവരുടെ വാദം എന്താണ്? മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കുന്നു എന്നാണ് അവരുടെ വാദം. അല്ലാതെ പോലെ അല്ലാഹ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങളോട് അല്ലാഹ് എന്ന് പറയണില്ലല്ലോ, അല്ലാഹു വേറുണ്ട്, പക്ഷെ അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കും. ഇമാം റാസി പറയാ അന്നഹും വലൗ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം, അവരുടെ കൂട്ടത്തിൽ ഔലിയാക്കളുടെയും മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും രൂപത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. വസഅമു, എന്നിട്ട് അവർ വാദിച്ചു അന്നഹും മതസ്തഗലൂ ബിഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ ഇവർ മുഴുകിയാൽ ഫഇന്ന ഉലൈകൽ അകാബിർ, ഈ മരിച്ചുപോയ പ്രവാചകന്മാരും മഹാന്മാരുമൊക്കെ തകൂനു ശുഫാഅലഹും ഇൻദല്ലാഹ്, അവരൊക്കെയും അല്ലാഹുവിന്റെ അരികിൽ ശുഫാക്കളാക്കി ശിപാർശകരായി വരും എന്ന് അത്ര പറഞ്ഞു നിർത്തിയാൽ മതി ഇമാം റാസിക്ക്. ഇമാം റാസിക്ക് അത്ര പറഞ്ഞു നിർത്തിയാൽ മതി. പക്ഷെ അത്ര പറഞ്ഞു നിർത്തിയാൽ നമ്മളെ നാട്ടിലെ ഖുറാഫാത്തിനെ പറ്റി എന്തൊക്കെ ഒന്ന് അത് പറയേണ്ടിയുണ്ടല്ലോ. കാരണം ഇത് എല്ലാ കാലത്തും ഉണ്ടല്ലോ ഈ ശിർക്ക്. അതേപോലെ തന്നെയാണ് ഫീ ഹാദ സമാനി, ഇമാം റാസി ജീവിച്ചിരുന്ന നൂറ്റാണ്ടിൽ ഷിർക്കിന്റെ കേന്ദ്രങ്ങളായിട്ട് ഖബറുകൾ ആരാധിക്കുകയും പുണ്യവാന്മാരെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ, ഈ ആരാധിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ പോയി സുജൂദ് ചെയ്യുന്നല്ല, ഇപ്പൊ ഇന്നത്തെ കാലത്ത് നേരിട്ടുള്ള ആരാധനയാണ്. മഹാന്മാരുടെ ഖബറിടങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക, ആരാധിക്കാന്നല്ല ഇമാം റാസി പറഞ്ഞത്. ഒന്നുകൂടി വായിക്കാം. മക്ക മുശ്രിക്കുകൾ ചെയ്തിരുന്ന അതേ കാര്യമുണ്ടല്ലോ, അതേ വിശ്വാസമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇമാം റാസിയുടെ കാലത്ത് അദ്ദേഹം ദർശിച്ചിരുന്ന വിവരമില്ലാത്ത മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന ആ ശിർക്കൻ ആചാരങ്ങൾ. ഒരു മിക്ക ആളുകളും ഒരുപാട് ആളുകളുടെ അവർ വ്യാപൃതരായിരിക്കുന്നു. പുണ്യവാന്മാരുടെയും മഹാന്മാരുടെയും ഖബറുകൾ ബഹുമാനിച്ചുകൊണ്ട്, അലഅ്തിഖാദി വിശ്വസിച്ചുകൊണ്ട്, അന്നഹും ഇദാ അവ്വമൂ ഖുബൂറഹും ആ ഖബറുകളെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, ആരാധിച്ചാൽ എന്നല്ല, അബദു എന്നല്ല, പ്രാർത്ഥിച്ചു എന്നല്ല, തഅദീമുൽ ഖുബൂർ, അതിന്റെ അർത്ഥം കിതാബുകൾ പഠിക്കുന്ന, കിതാബുകൾ തിരിയുന്ന, അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം. ഇദാ അവ്വമൂ ഖുബൂറഹും അവരുടെ ഖബറുകൾ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, ഇവരൊക്കെ അല്ലാഹുവിങ്കൽ ശുപാർശകരായി വരും എന്ന് ഇക്കാലത്ത് പറയുന്നത് അതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലിപ്പ്, പച്ചക്കള്ളം ദീനിന്റെ പേരിൽ പറയാൻ ഇത്ര ഉളുപ്പില്ലാത്തൊരു വർഗം, പടച്ച റബ്ബേ, ഇവരൊക്കെ ബോധപൂർവമാണ് ഈ പറയുന്നതെങ്കിൽ ഏത് നരകമാണ് നീ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് പലപ്പോഴും ചോദിച്ചു പോകാറ്.
വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം പ്രസംഗം എന്താണെന്നറിയോ? കടലിൽ ഇങ്ങനെ പോവുകയാണ്. ഞാനത് എന്റെ മൊബൈലുണ്ട്, അത് ക്ലിപ്പ്. കടലിൽ ഇങ്ങനെ പോവുകയാണ്, ആകപ്പാടെ തിരമാല വന്ന് മുങ്ങിത്താഴാൻ ആകെ ഒരു രക്ഷയുമില്ല. അപ്പൊ അതിൽ അബൂബക്കർ സിദ്ദീഖിനെ വിളിക്കുന്നു, മുഹമ്മദ് നബിയെ വിളിക്കുന്നു. അങ്ങനെ മുഹമ്മദ് നബി ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് കണ്ട് രക്ഷിക്കുകയാണ്. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. ഞാൻ വിചാരിച്ചു അബൂജഹൽ ഇതിനേക്കാൾ ഉഷാറായി. വല്ലാഹി ഉഷാറായെന്ന് ഞാൻ പറയണല്ല, അല്ലാഹു ഖുർആനിൽ പറയുന്ന നോക്കുങ്ങൾ, വല്ലദീ യുസവ്വിറുകും ഫിൽ ബർരി വൽ ബഹർ. അല്ലാഹുവാണ് നിങ്ങളെ കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നത്. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി, അങ്ങനെ നിങ്ങളൊരു കപ്പലിലാവുകയും വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബത്തിൻ വഫരിഹൂ ബിഹാ, അങ്ങനെ നല്ല കാറ്റിന്റെ ദിശയനുസരിച്ച് കപ്പൽ അവരെയും കൊണ്ട് ഇങ്ങനെ ചലിക്കുകയാണ്. ജാഅത് ഹാരിഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ. അങ്ങനെ പൊടുന്നനെ ഒരു കൊടുങ്കാറ്റ് വരുന്നു, നാല് ഭാഗത്തു നിന്നും കാറ്റും കോളും അടിച്ചു വീശുന്നു. തിരമാലകൾ ഇങ്ങനെ പൊങ്ങി ഇവരാകെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നു. ഇനി രക്ഷയില്ല എന്നവർക്ക് ബോധ്യമാകുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മുശ്രിക്കുകളായ, കൊടിയ മുശ്രിക്കുകളായ അല്ലാഹുവിന്റെ റസൂലിനെതിരെ പോരാടാൻ മുന്നിൽ നിന്ന ആ മുശ്രിക്കുകളുടെ സ്വഭാവം പടച്ച റബ്ബ് സാക്ഷ്യപ്പെടുത്തുന്നു. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആ അതിനിർണായകം അത്യന്തം ദുർഘടമായ പ്രതിസന്ധി നിറഞ്ഞ ആ ഘട്ടത്തിൽ ആരും തങ്ങളെ സഹായിക്കുവാൻ പടച്ച റബ്ബിനല്ലാതെ കഴിയുകയില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നു. അല്ലാഹുവിനോട് അവർ പറയുന്നു, ലൈൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ, ഈ കുടുക്കിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ പെരുത്ത് നന്ദിയുള്ളവരായിരിക്കും നിനക്ക് എന്നവര് പറയുമായിരുന്നു എന്ന്. ഇവിടെയോ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദി യദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി. എവിടെയാണ് പറഞ്ഞത്? അല്ലാഹു മുശ്രിക്കുകളെ പറ്റി പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ അതങ്ങനെ ഒരു മുസ്ലിം ഇങ്ങനെ പ്രചരിപ്പിക്കുക. അപ്പൊ റസൂലിനെ വിളിച്ച് ദുആ ചെയ്തപ്പോൾ, ഇസ്തിഗാസ നടത്തിയപ്പോൾ റസൂല് വന്നിട്ട് രക്ഷിച്ചു എന്ന്. തന്റെ അരുമ സന്താനം എവിടെ പോയത് എന്ന് ആരോടും ചോദിക്കാൻ നിവൃത്തിയില്ല. ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ മകൻ, അതും പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം സ്വന്തം ജ്യേഷ്ഠന്മാരെ വന്നിട്ട് പറയുന്നത് എന്താ? ചെന്നായ പിടിച്ചു എന്നാ. ചെന്നായ പിടിച്ചു എന്ന് ഏതായാലും ഇദ്ദേഹത്തിന് തോന്നുന്നില്ല. എന്നാലും ഈ പൈതൽ എവിടെ പോയി റബ്ബാരോടാ ചോദിക്കുക. നല്ലോണം നോക്കാന്ന് പറഞ്ഞ് ഏട്ടന്മാര് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ സാധുവിനെ എവിടെ കൊണ്ടുപോയി ഇട്ടത് റബ്ബേ? ആ പ്രവാചകന് കൈപറിയുന്നില്ല, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നുമില്ല. മക്കള് വന്നിട്ട് പച്ചക്കള്ളം പിതാവിന്റെ മുഖത്ത് നോക്കി പറയുന്നു. നേരത്തെ ഉമ്മ മരിച്ചുപോയ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മനസ്സ് വേദനിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണ്. അബുൽ അംബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്ഹാഖ് നബിയും പിതാവ്, നേരെയുള്ള പിതാവും പ്രവാചകനാണ്. അല്ലാഹുവിന് ഏറെ വേണ്ടപ്പെട്ടവരാണ്. അല്ലാഹു അത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ആ സന്ദർഭത്തിൽ തന്റെ പിതാവിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് യാക്കൂബ് നബി വിചാരിച്ചോ? ആ കഥ നമുക്ക് പറഞ്ഞു തരുന്ന പടച്ച തമ്പുരാൻ
അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൂചനയെങ്കിലും തരുമായിരുന്നില്ലേ? യാക്കോബ് നബി പറയുന്ന ആ ശക്വ, പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പരിദേവനം, ആ ആവലാതി, ആ പരാതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൽ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഇന്നമാ അഷ്കൂ ബത്തി വ ഹുസ്നി ഇലല്ലാഹ്. ആരോട് പറയാനാണ്? ആരോട് പറയാനാണ്? അള്ളാഹുവിനോടല്ലാതെ മറ്റാരോട് പറയാനാണ്? അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് മാത്രമേ എന്റെ ഈ സങ്കടം പറയുന്നുള്ളൂ. ഇതാണ് വർഷങ്ങളോളം അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം പിടിച്ചിട്ട് ആരും പോകാതായി എന്നാ പറഞ്ഞത്. ആദ്യമൊക്കെ ചെന്നിട്ട് വിസിറ്റിങ്ങിനൊക്കെ ആള് പോവായിരുന്നു. പിന്നെ രോഗം കാണാൻ തന്നെ ആരും പോകാതെയായി. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആകെ തളർന്നു കിടക്കുന്ന ആ മനുഷ്യൻ 70 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞത്രേ, എനിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തൂടെ? അപ്പൊ അദ്ദേഹം പറയാ, എത്ര കാലം ആരോഗ്യത്തോടു കൂടി ഞാൻ ജീവിച്ചു, ഇപ്പൊ അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ അക്ഷമനാകാൻ പാടില്ലല്ലോ. ഒടുവിൽ ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ, പരീക്ഷണത്തിന്റെ അങ്ങേയറ്റം നെല്ലിപ്പടി കണ്ട സന്ദർഭത്തിൽ അള്ളാഹുവിനോട് അയ്യൂബ് നബി ബോധിപ്പിക്കുന്ന പരാതി, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പരിദേവനം, അയ്യൂബ നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, അള്ളാഹു ഈ പ്രാർത്ഥനകളും ഈ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് കേവലം കഥ കേട്ട് ആസ്വദിക്കാനല്ല. ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമും ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് മാതൃകയാക്കാനുള്ളത് പ്രവാചകന്മാരാണ്. പറ്റിക്കുന്ന പണ്ഡിതന്മാരെയല്ല, ഹറാമ് തിന്നുന്ന പണ്ഡിതന്മാരെയല്ല. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വസയസ്ലൗന സഈറാ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സൂറത്തുൽ തൗബയിൽ അല്ലാഹു പറഞ്ഞാണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും പുരോഹിതന്മാരും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി, യാതൊരു ഹക്കുമില്ലാതെ തികച്ചും അവിഹിതമായ രൂപത്തിൽ സാധാരണ ജനങ്ങളുടെ കാശ് കട്ടുമുടിക്കുന്നവരാണ്, തിന്നുമുടിക്കുന്നവരാണ് എന്ന് അല്ലാഹു പറയാണ്. നമുക്ക് മാതൃക പ്രവാചകന്മാരാണ്. ആ അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ ഇതിനാദാ റബ്ബഹു, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം, തന്റെ നാഥനോട് പറഞ്ഞ സന്ദർഭം, തന്റെ നാഥനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ച സന്ദർഭം, അന്നീ മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്ക് പ്രയാസം ഉണ്ടായിരിക്കുന്നു, എനിക്ക് ദീനം ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യവാനിൽ ഏറ്റവും കാരുണ്യവാനാണല്ലോ എന്ന്. കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരൻ ശാന്തപുരത്തേക്ക് തിരൂരിന്ന് വന്നിരിക്കുക. കേൾക്കണങ്ങൾ, ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഒരു 29-30 വയസ്സൊക്കെ ഉള്ളൂ. ഈ സാധു പറയാണ്, ഞാനൊരു യാഥാസ്ഥിക കുടുംബത്തിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ നിങ്ങളുടെയൊക്കെ എഴുതുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ഇടക്ക് കേൾക്കാറുണ്ട്. അതിൽ പലതും ശരിയല്ലാവരുത് എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ്. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്. പലതും നടക്കുന്നില്ല, വിചാരിച്ചൊന്നും ശരിയാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിതിങ്ങനെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചില ഉസ്താദുമാരുടെ അടുത്ത് പോകും. ഉസ്താദുമാർ പലതും പറഞ്ഞു തരും, പലതും ചെയ്യാനൊക്കെ പറയും. അതിന് ഞാൻ പൈസയും കൊടുക്കും. കുറേ പൈസ എൻ്റെ അങ്ങനെ പോയി. ഇപ്പം വന്നത് അവസാനം ഞാൻ ഒരുവിധം ഇങ്ങനത്തെ ടെൻഷനൊക്കെ മാറ്റുന്ന ഉസ്താദിന്റെ അടുത്ത് പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ഇനി ഇന്നൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അത് അത്ര വേഗമൊന്നും പോകൂല, അതിന് ഇന്നതൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിപ്പോ നിനക്ക് പറഞ്ഞു തരാൻ നേരമല്ല, ഏതായാലും പോയിട്ട് 20,000 ഉറുപ്പിയിട്ട് വാ, ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ വിശദമായിട്ട് അതിന്റെ എന്തൊക്കെയാ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. 20,000 ഉറുപ്പിയെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, റബ്ബേ ഈ തൊപ്പി അങ്ങ് ഊരി വെച്ചിട്ട് വെള്ളത്തലയിക്കോട്ടും കെട്ടിയിട്ട് വെള്ളക്കുപ്പായി ഇട്ടിട്ടാണ് ഇത് നല്ല പൈസ.
ഒരു സാധുവിന്റെ അടുത്ത് 20,000. ഇതെങ്ങനെ ചോദിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ സാധുവിന് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് 20,000 ചോദിക്കുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹ്തി. ഹറാമിൽ മുളച്ച ഒരു കഷ്ണം മാംസവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഇങ്ങനെ സാധാരണക്കാരുടെ വിശ്വാസത്തെ പറ്റിച്ചുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന പുരോഹിത പരീക്ഷകളോട് എനിക്ക് ചോദിക്കുവാനുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണ്ടേ? നിങ്ങൾക്ക് നരകം ബേജാറില്ലേ? എന്താണ് നിങ്ങൾ നരകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്നത് അബൂ താലിബിനായിരിക്കും. ഒന്നുകിൽ ചെരുപ്പിന്റെ നരകത്തിൽ 2 ചെരുപ്പ്, അല്ലെങ്കിൽ കാലിന്റെ ചുവട്ടിൽ ഒരു തീക്കട്ട. അതുകൊണ്ട് അവന്റെ തലച്ചോറടക്കം വെട്ടിത്തടക്കും. നരകത്തെ പറ്റിയ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചെറുപ്പക്കാരന് കുറെ നേരം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഭാവിയിൽ എന്താ ഉണ്ടാകുക, എന്താ ഉണ്ടാകാതിരിക്കുക, ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? നിങ്ങളൊക്കെ ഈമാൻ കാര്യത്തിൽ ഖദറിലെ വിശ്വാസം പഠിപ്പിക്കുന്നതിനെന്താ? ഈമാനിന്റെ ഖദറിലെ വിശ്വാസം തന്നെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഒരു കാര്യം പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്. ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മുടെ വിശ്വാസമായി മാറണത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്. അല്ലാഹുവേ, നീ നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ ഒരു ശക്തിയുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത. നീ തടഞ്ഞത് നൽകാനും ഒരാളുമില്ല. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് പ്രത്യേകം തെരഞ്ഞെടുത്ത് എന്നിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് സെക്യൂരിറ്റി ഗാർഡിനെ നിശ്ചയിച്ചത്. ഞാൻ സ്കൂളിൽ പഠിക്കുക, സ്കൂൾ പരീക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ റേഡിയോ കേട്ടപ്പോ ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു. ആരാ പാകിസ്ഥാൻ ആരോ വന്ന് വെടിവെച്ചെന്നേക്ക് ഇന്ന് പറയാ, അല്ലെങ്കിൽ വ്യാജ ഏറ്റുമുട്ടൽ എന്നൊക്കെ ഇന്ന് പറയാ. അന്ന് ഇതൊന്നും കണ്ടുപിടിച്ചില്ല, കാരണം ഇസ്രായേലായിട്ടുള്ള ബന്ധം അന്ന് തുടങ്ങിയിട്ടില്ല. ആരാ വെടിവെച്ചത്? ആരാണോ വെടിവെക്കുന്നത് തടുക്കാൻ വേണ്ടിട്ട് ശമ്പളം കൊടുത്ത് നിർത്തിയത് പോകാൻ തന്നെ. അല്ലാഹു സംരക്ഷണം നൽകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നോക്കൂ. നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ ബേജാറാകുക. ഗുഹേന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ മുശ്രിക്കുകളുടെ കാലിങ്ങനെ കാണുക. അദ്ദേഹം പറയാ, ഏതെങ്കിലും ഒരു ചങ്ങാതി കാല് ചൊറിയാൻ വേണ്ടി കുനിഞ്ഞാൽ നമ്മളെ കാണും റസൂലേ. ഗുഹേന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, വാതിലൊന്നുമില്ല, കർട്ടനില്ല, കാലിങ്ങനെ കാണാൻ ആളുകൾ പോകുന്നത്. 100 ഒട്ടകത്തെയാ കിട്ടുക, ജീവനോടെ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, രണ്ടിനെത്തിനും കയ്യോടെ അങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ലൗ അബ്സറ അഹദും ഇലാ ഖദമൈഹി ലറആനാ യാ റസൂലല്ലാഹ്. അവരാരെങ്കിലും ഒന്ന് കുനിഞ്ഞാൽ നമ്മെ അവര് കാണുമല്ലോ പ്രവാചകരെ. ആ സന്ദർഭത്തിൽ ഈമാൻ എന്തായിരിക്കണം, പടച്ചറപ്പിലുള്ള വിശ്വാസമെന്ന്, അള്ളാഹുവിന്റെ കാവലിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറയാം. എന്നിട്ട് ആ സംഭവം ഖുർആനിൽ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നു. ഇതിനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ലോകത്തൊരാളും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ
ഭൗതികമായ മാനദണ്ഡങ്ങളും അളവുകോലുകളും വെച്ച് നോക്കിയാൽ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് ഹുമാ ഫിൽ ഗാരി ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഇത് അദ്ദേഹത്തിന് മാത്രമുള്ളതാ? അങ്ങനെയാണോ? അങ്ങനല്ല, വേറെയും കുറെ ആയത്തുകൾ കാണാൻ സാധിക്കും. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനൂ. ഇതൊക്കെ അല്ലാഹുവിനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയത്? മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. എന്താ അബൂബക്കറെ നീ മനസ്സിലാക്കിയത്? അല്ലാഹ് മൂന്നാമനായി നമ്മളെ കൂടെ ഉണ്ട്. ആരെ പേടിക്കാനാ അബൂബക്കർ? അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ എന്ന് പറയുന്നത്. ആ വിശ്വാസമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളെ കണക്കൂട്ടുന്ന പോലെ ഒന്നല്ല. അല്ലാഹു എന്താണോ കണക്കാക്കി അതേ സംഭവിക്കും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, ഭരണാധികാരിയാണ്, അധികാരം കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വട്ടൊന്ന് കണ്ടൻ രണ്ട് എന്നാ അദ്ദേഹത്തിന്റെ പേരെന്നെ. വലിയ വലിയ ആലിമീങ്ങളൊക്കെ വാളെടുക്കുക, പറ്റുക, എത്ര ആളുകളെ കൊന്നു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയാ, ഞാൻ പറഞ്ഞ മര്യാദക്ക് കേട്ടോ, അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന തീയായിരിക്കും നിനക്ക് അനുഭവിക്കാനുള്ളത്. തീയിലിട്ട് ചുടും ഞാൻ നിന്നെ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ അചഞ്ചലനായി പറയാണ്, ലൗ കാന ദാലിക ബിയദിക മാ അബദ്തു ഇലാഹൻ സിവാക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇജ്ജ പറയണ മാതിരി ആ സംഗതി ആയിരുന്നെങ്കിൽ ഞാൻ അന്നെ ഇബാദത്ത് ചെയ്യുള്ളായിരുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇമാം ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുന്നു, മാ സിർറു ഹയാതിക യാ ഇമാം. അല്ലയോ ഇമാമേ, അങ്ങയുടെ ജീവിതത്തിലെ ഈ ധൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും ഈ ആത്മവിശ്വാസത്തിന്റെയും മനസ്സമാധാനത്തിന്റെയും രഹസ്യം എന്താണ് പറഞ്ഞു തന്നാലും. ഇമാം ഹസനുൽ ബസരി പറയുന്നു, അലിംതു അന്ന റിസ്ഖി ലാ യഅഖുദു ഗൈരി ഫത്മഅന്ന ഖൽബി. ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ റിസ്ഖ് ഒരാൾക്കും തട്ടാൻ സാധിക്കൂല, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. ആലോചിച്ച് നോക്കുന്നു. അതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് എന്ന് പറയുന്നത്. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു പറയാ, അല്ലാഹു എന്തെങ്കിലും ഒരു നാശം വരണമെന്ന് തീരുമാനിച്ചാൽ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ഇനി വരണ്ടെന്നാണ് തീരുമാനിച്ചെങ്കിലും ആർക്കൊട്ട് വരുത്താനും പറ്റൂല. ചുരുക്കി പറഞ്ഞാൽ ഇമാം ഹസനുൽ ബസരി അദ്ദേഹം പറയാണ്, അലിംതു അന്ന റിസ്ഖി ലാ യഅഖുദു ഗൈരി ഫത്മഅന്ന ഖൽബി. രണ്ടാമത്തെ കാര്യം, വഅലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈരി ഫശ്തഗൽതു ബിനഫ്സി. ഞാൻ ചെയ്യേണ്ട പണി വേറെ ആരും ചെയ്യൂല എന്ന് തിരിച്ചറിഞ്ഞു ഞാൻ. അതുകൊണ്ട് അത് ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. വഅലിംതു അന്നൽ മൗത യന്തദിറുനി. മരണം എന്നെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഫഅദദതു സാദ ലിലിഖാഇ റബ്ബി. ഏത് സമയവും പടച്ച റബ്ബ് എന്നെ തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് എപ്പോഴും റെഡിയാണ്. ആ യാത്രാ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സ്. ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ 20,000 കൊണ്ടേ കൊടുക്കുന്നത്? ദുഃഖം ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കണ്ട. ദുഃഖമില്ലാത്ത ലോകം, ശാശ്വതമായ ലോകം സ്വർഗമാണ്. ടെൻഷൻ ഇല്ല എന്ന് വിചാരിക്കണ്ട, അതുണ്ടാവും. അതുണ്ടാകുമെന്ന് തന്നെയാണ്. ഭയം
ഭയമുണ്ടാകും, ഭീതിയുണ്ടാകും, വിശപ്പുണ്ടാവും, ദാഹമുണ്ടാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹ് നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴാണെന്നറിയാം, ഈ ആളുകൾ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുന്നിട്ടുള്ള കുഴപ്പമാണത്. നമ്മൾ പേടിക്കേണ്ടത് നമുക്ക് യാതൊരു അല്ലലും അലട്ടലും ഒരു രോഗവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെക്കുമ്പോഴാണ്. കാരണം അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നില്ലേ, അശദ്ദുന്നാസി ബലാഅൻ, ഏറ്റവും വലിയ പരീക്ഷണം ഉണ്ടാവുക പ്രവാചകന്മാർക്കാണ്. തുമ്മല്ലദീന യലൂഹും, അത്ര കണ്ട് ഈമാനുള്ളവർക്കാ പിന്നീട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അവരെയാണ് നോക്കേണ്ടത്, താഴെയുള്ളവരിലേക്ക് നോക്കേണ്ടത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്കൊന്നും എന്നിട്ടൊന്നും ഉണ്ടാവാതിരിക്കുന്നുണ്ടോ? വീട്ടിൽ കൂടലിന്റെ ദിവസം ഭയങ്കര കുത്താറാത്തിയും. എന്തിനാത്? ആ വീട്ടിൽ യാതൊരു മുസീബത്ത് ഉണ്ടാവാതിരിക്കാൻ. അതിനതാ റസൂൽ പഠിപ്പിച്ചത്. നാ ഖുർആൻ ഓതുവോ? ഖുർആൻ ഓതുന്ന വീടുകളിൽ നിന്ന് ഇബ്ലീസ് ഓടി ഒളിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളെ ശ്മശാനങ്ങളാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അല്ലാത്തതെല്ലാം അവിടെ വെച്ചിട്ട് പാരായണം. സുന്നത്ത് പോവുക, വിദഅത്ത് വരിക. എന്നിട്ട് അതിനുള്ള ആചാരങ്ങളോ നല്ല രസ. വീട്ടിലേക്ക് അങ്ങ് കൂടുന്നതന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്. വീടിന്റെ സ്ഥലം പരിശോധിക്കല്, കന്നിമൂല, ഈ അസുഖങ്ങളൊക്കെ നമ്മൾ ആളുകൾക്കുണ്ട്. സംഗതി പിന്നെ ഞാൻ യാഥാസ്ഥികനൊന്നല്ല, പക്ഷെ എന്നാലും ഉണ്ടല്ലോ. എന്നാലും എങ്ങനെ ഉണ്ടായാലും എന്നാലും സ്ഥലമൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഇന്ന സ്ഥലം ആ പോക്ക് വരവുണ്ട്, അവന് പോക്ക് വരവ് വേണ്ടേ? പോയും വരാനുള്ളല്ലേ വീട്? പോക്ക് വരവില്ലാത്ത ഖബർസ്ഥാനല്ലേ? അവിടെ പരിപാടി ഇല്ലല്ലോ. അല്ല, അത് ജിന്നിന്റെ പോക്ക് വരുവാൻ. ജിന്നിന്റെ പ്രത്യേക റൂട്ടുണ്ടോ? അത് അള്ളാഹ് തീയോട് സൃഷ്ടിച്ചല്ലേ. ഏതിലെ പോണ്ടേ, ഏതിലെ വരണ്ടേന്ന് ജിന്നിന് വല്ല കഥയുണ്ടോ? കന്നിമൂല. അങ്ങനെ ഇരിക്കെ ഒരാള് നല്ലൊരു സ്ഥലം വാങ്ങി, ഏറ്റവും പറ്റിയ സ്ഥലത്ത് വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോ ഒരു മൂലിയരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയേ ഇവിടെ പറ്റൂല. ആട് പറയുന്നാണ്, പറ്റൂന്ന് പറഞ്ഞതിനേക്കാളും വില പറ്റൂല എന്ന് പറഞ്ഞാലാ. ഒന്ന് ആലോചിച്ചൊക്കെയാണ് നിങ്ങൾ. ആടൊന്ന് വീട് കുഴപ്പമില്ല, നിങ്ങൾ അടിച്ചാടെ വീടുണ്ടാക്കിക്കോന്ന് പറഞ്ഞാൽ അയാൾക്ക് സംഗതി മനസ്സിലായിട്ടില്ല. അപ്പൊ അയാളെ കൃത്യമായിട്ട് പറയാൻ, അവിടെ പറ്റൂല, അവിടെ ഗോഷ്ഠിയൊക്കെ കാണിച്ചില്ല, പറ്റൂല, തീർപ്പതി. അവിടെ എന്തോ ഒരു മുസീബത്തുണ്ട്. ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല സ്ഥലം ഒരു അരേക്കർ സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലമാണ് വീടിന് കണ്ടുവച്ച്, എല്ലാം കൊണ്ടും പറ്റിയ സ്ഥലം. ഞങ്ങൾ ഈ മൂല്യരെ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഡോസ് കൂടിയ മൂല്യരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് നല്ല ശാപം, നല്ല നെയ്പ്പത്തിനും പോത്തറച്ചൊക്കെ വരട്ടിയിട്ട് ആദ്യം തീറ്റിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് മൂപ്പരോട് പറയുക, എനിക്കാകെ ഈ 10 സെന്റേ ഉള്ളൂ. ഏത് മറ്റേ അരേക്കറുടെ കാര്യം പറയരുത്, ഈ 10 സെന്റേ എനിക്കുള്ളൂ. ഇവിടെ വീടുണ്ടാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറ്റൂല ഉസ്താദേ. എന്താ ഒരു കുഴപ്പമില്ല, ഇച്ചാടുണ്ടാക്കിക്കോ. അപ്പൊ മറ്റേ ജിന്നിന്റെ റൂട്ട് ആരെ പെർമിറ്റ് ആരെ ക്യാൻസലാക്കി? ഈ നെയ്പ്പതിനും പോത്തർച്ചയും. ഇത് ഞാൻ പ്രബോധനത്തിൽ ഇത് എഴുതാൻ കൊണ്ടതിന് മുമ്പ് കുറെ ഉസ്താദന്മാരെ മുസ്ലിംമാരൊക്കെ ബന്ധപ്പെട്ടു. ഏതെങ്കിലും ഒരു കിതാബിൽ, ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ കിതാബിൽ ഇങ്ങനെയുള്ള സ്ഥലം നോക്കുന്നതിനെ പറ്റി വല്ല സൂചനയുമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇത് വന്നത്? ഈ കന്നിമൂല എന്ന പരിപാടി ഹൈന്ദവ വിശ്വാസമാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഈ കേട്ടോളി, ഓലെ കിതാബിലുള്ളത് നല്ലോണം കേട്ടോളിയേ, ശ്രദ്ധ തെറ്റിപ്പോയത്. അതിശക്തനും മഹാപരാക്രമിയുമായ വാസ്തുപുരുഷനെ ദേവന്മാർ ഒത്തുചേർന്ന് പരാജയപ്പെടുത്തി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഏത് കിതാബാ? വാസ്തുപുരുഷൻ ഭൂമിയിൽ വടക്ക് കിഴക്ക് ഈശാനകോൺ ശിരസ്സായും തെക്ക് പടിഞ്ഞാറ് നിരുതികോൺ പാദങ്ങളാലും തെക്ക് കിഴക്കേ കോണിലും അഗ്നികോൺ വടക്ക് പടിഞ്ഞാറേ കോണിലും വായുകോൺ കൈകൾ മടക്കി വലത് കൈമുട്ടും ഇടത് കൈമുട്ടോട് കൂടിയും ഭൂമിയിൽ പതിച്ചു. ഉഗ്രരൂപിയായ വാസ്തുപുരുഷനെ ശാന്തനാക്കാൻ ശ്രീ പരമശിവന്റെ നിർദ്ദേശപ്രകാരം
വാസ്തുപുരുഷന്റെ ഭീമാകാരമായ ശരീരത്തിൽ 53 ദേവന്മാർ കയറിയിരുന്നു. അതോടെ വാസ്തുപുരുഷന് ലോകഭോഗപാലിയും ശാന്തനുമായി തീർന്നു. എന്നിട്ട് കേട്ടോളി, ഭൂമിയിൽ നടത്തുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനത്തിന്റെയും ബ്രാക്കറ്റിൽ ശിലാന്യാസം, കട്ടിലവെപ്പൽ, ഗൃഹപ്രവേശം, ആരാധനാമൂർത്തി ഇനിമേൽ വാസ്തുപുരുഷനായിരിക്കുമെന്ന് ബ്രഹ്മദേവൻ വാസ്തുപുരുഷനെ അനുഗ്രഹിച്ചു. വാസ്തുപുരുഷനെ യഥാവിധി പൂജിക്കാതെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല തടസ്സങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുമെന്നും വാസ്തുപുരുഷന്റെ അനുഗ്രഹത്താൽ സുഗമമായി നിർവിഘ്നം നടക്കുമെന്നും ബ്രഹ്മദേവൻ വാസ്തുപുരുഷനെ അനുഗ്രഹിച്ചു. വീടും വാസ്തുശാസ്ത്രവും ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് നാരായണൻ നമ്പൂതിരി റളിയല്ലാഹു അൻഹു ആരും പറയണ്ട. അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് മുസ്ലിങ്ങളിലേക്ക് വന്നപ്പോ ഈ അസുഖം പലതും പഴയതൊക്കെ കുറേശ്ശെ ഉണ്ടാവുമല്ലോ. ഇത് ഇന്ന് മുതൽ പണ്ടുണ്ട്. മൂസാ നബിയുടെ കാലത്തുണ്ട് ഒരു കൂട്ടര് ഈ ഫിറോയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് കടല് അള്ളാഹു ലേശെങ്കിലും ഒരു അന്ത കൗമിനുണ്ടെങ്കിൽ ഓലങ്ങനെ ചെയ്യോ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എത്തിയിട്ട് കടലൊക്കെ രക്ഷപ്പെട്ട് അങ്ങേ കരയിൽ എത്തിയിട്ട് അവിടെ ഒരു പശുക്കുട്ടിനെ കണ്ടപ്പോ ഓൽക്ക് പിന്നെ പ്രയാസം തുടങ്ങി. മൂസാ നബി എടുത്ത പണി മുഴുവൻ കോളായി വാങ്ങിച്ചു. ശുദ്ധ ശിർക്കല്ലേ. അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇത് ചെന്ന് ചോദിക്കേണ്ട മുസ്ലിംമാരോടാണല്ലോ. അപ്പൊ മുസ്ലിംമാരോട് ചോദിക്കുമ്പോ കിതാബിലൊന്നും വേണ്ട, എന്തെങ്കിലും പറയണ്ടേ. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴാണ് അവർക്ക് എന്താകുക, അവർക്ക് എന്തൊക്കെയോ ഇതിനെപ്പറ്റി പിടിപാണ്ടെന്ന് തോന്നുക. ആ വിശ്വാസം അങ്ങോട്ട് മൂടറച്ചു. അങ്ങനെയാണ് ഈ കന്നിമൂല പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി പാല് കാച്ചലോ, ചില നമ്മളെ ആളുകൾ ചിലപ്പോൾ പാല് കാച്ചൽ, ഞാൻ പറഞ്ഞു ചായ കുടിക്കാത്ത പോലെ ചിലപ്പോൾ വെള്ളച്ചായ എന്ന് പറയലുണ്ട്. പണ്ടൊക്കെ വെള്ള കാപ്പി എന്നും പറയാം ശരിക്കും, കാരണം ചായപ്പൊടി ഇടൂല. അപ്പൊ അങ്ങനെ ആരും കൊണ്ട് പോലും പാലും വെള്ളം കൊടുത്തോളി നിങ്ങൾ, ഇനി പാലെന്നെ കൊടുത്തോളി, എന്നാലും കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ കൂടുതലിന് പാല് കാച്ച എന്നുള്ളത് ഹൈന്ദവ വിശ്വാസമാണ്. അത് അങ്ങനെ തന്നെ മുസ്ലിമീങ്ങൾ ചെയ്താൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതിനൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ വീട്ടിൽ കൂടലോ കൂടാതിരിക്കലോ ഇതൊന്നും എന്നും അങ്ങനെ കൂടാനുള്ളതല്ല. ഇവിടെ ഇന്നൊരു വീട് നാളെ മറ്റൊരു വീട്. യഥാർത്ഥ വീട് പരലോകത്താണ്. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി യബ്നിഹാ. ഒരാൾക്ക് ജീവിക്കുവാൻ കഴിയുവാൻ മരണശേഷം കഴിഞ്ഞുകൂടുവാനില്ല. ഭൂമിയിൽ അവൻ ജീവിച്ചിരുന്ന കാലത്ത് നിർമ്മിച്ചവനല്ലാതെ. ഫമൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹാ വമൻ ബനാഹാ ബിഖൈരിൻ താബ ബാനിഹാ. അതുകൊണ്ട് ഷെറോണ്ട് ഉണ്ടാക്കിയാൽ അവന്റെ കാര്യം പോക്കാൻ, ഖൈറോണ്ടാണ് അവൻ ആ വീടുണ്ടാക്കുന്നതെങ്കിൽ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഹദീസിൽ കേട്ടോളിങ്ങൾ. എല്ലാ ആളുകൾക്കും സംശയം നിർത്താനാണ് ഞാൻ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ. 6 കാര്യങ്ങൾ കൊണ്ട് ഞാൻ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരെക്കാളും സവിശേഷനാക്കപ്പെട്ടിരിക്കുന്നു. അതില് വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറ. ഭൂമി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളിയാണ്. വേറെ ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ, അൽ അർളു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറ വൽ ഹമ്മാം. ഭൂമി ഏത് സ്ഥലവും ഒരു മുസ്ലിമിന് സുജൂദ് ചെയ്യാൻ പറ്റിയ ഇടാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ പിന്നൊക്കെ എന്ത് കന്നിമൂല. എവിടെ നിസ്കാരത്തിന്റെ സമയമായോ, മണ്ണാണോ ഭൂമിയാണോ ഒന്നും നോക്കണ്ട, തൊഹൂർ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. അവിടെ നമസ്കരിക്കാൻ പറ്റുന്നിടത്ത് താമസിക്കാൻ പറ്റില്ലേ? പിന്നെ കന്നിമൂല നോക്കുന്നത്. അതേസമയം വേറെ ചിലത് നോക്കണം, കാറ്റിന്റെ പ്രവാഹം, അങ്ങനെ കുറെ സംഗതികൾ, ശാസ്ത്രീയമായ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം റാസിയോട് ബാഗ്ദാദിലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
അന്നത്തെ ഖലീഫ ആലിമ്യങ്ങളോട് ചോദിക്കുന്നു. കാരണം എന്താ? ഫിഖ് പഠിച്ച ആലിമ്യങ്ങളായതുകൊണ്ടല്ല. പിന്നെ എന്തിനാ ആലിമ്യങ്ങളോട് ചോദിക്കുന്നത്? അന്ന് ഫിഖ് പഠിച്ച ആലിമ്യങ്ങൾക്ക് സയൻസും അറിയുമായിരുന്നു, അതുകൊണ്ടാ. ഇമാം റാസിയെ വിളിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ബാഗ്ദാദി സിറ്റിയിൽ എവിടെയാണ് ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ നല്ലത്? ഇമാം റാസി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പറയാനൊന്നും വയ്യ, പക്ഷെ ഒരു പരീക്ഷണം നമുക്ക് നടത്തി നോക്കാം. എന്താ പരീക്ഷണം? കുറെ മാംസക്കഷ്ണം, പച്ച മാംസക്കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് കയറുമ കെട്ടിയിട്ട് ഒരു നാരുമ കെട്ടിയിട്ട് ബാഗ്ദാദിന്റെ പല ഭാഗത്തും കെട്ടിത്തൂക്കുക. എന്നിട്ട് എവിടെയാണോ അത് പറ്റ ചീഞ്ഞറിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത് ആ സ്ഥലം ഒഴിവാക്കുക. ഏറ്റവും അധികം സമയം ചീഞ്ഞ് നാറാതെ അത് അവശേഷിക്കുന്നത് എവിടെ, അവിടെ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടാക്കാം. ആ പഠനം അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം ശാസ്ത്രീയമായി ശരിയോ തെറ്റോ ആവട്ടെ, പക്ഷെ അതിലൂടെ ഇമാം റാസി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താ? ആരോഗ്യത്തിന്, രോഗികളെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും ഏറ്റവും നല്ല പരിസരം എവിടെയാണ്? അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാനാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാർ, അവർക്കൊക്കെ അപ്പം വൈദ്യശാസ്ത്രത്തിലും അവർക്ക് പേരുണ്ടായിരുന്നു. ആ കാര്യം അങ്ങനെ പറയുന്നത്, അവരൊക്കെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത് അത് തന്നെയാണ്. സമയം ഞാൻ പറഞ്ഞില്ല, ഒരു കൊടിയത്തൂർ ഒരു 10 ദിവസം ഓരോ ദിവസം 2 മണിക്കൂർ ഇങ്ങനെ വയത് പറഞ്ഞാൽ ഈ വിഷയം എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ഏതായാലും ഞാൻ കുറച്ച് നേരം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇസ്ലാം തിരുത്താൻ ഉദ്ദേശിച്ച ഒരു വിശ്വാസമാണ് ഈ ശകുനം എന്ന് പറയുന്നത്. ശകുനം എന്ന് പറയുന്നത് ഇതിലൊക്കെ ഉള്ളിൽ എല്ലാവർക്കും കുറച്ച് ഇതിലുണ്ടാവും. എത്ര ഇത് കേട്ടതൊക്കെ കേട്ട ഉള്ളിൽ ചെറുങ്ങനെന്നുണ്ടാവും. പോയ ബൈക്കൊന്ന് മടങ്ങി, ഇനിയിപ്പോ പോവാന്ന് ശരിയാവൂല. റേഷൻ വാങ്ങാൻ വേണ്ടി പോയിട്ട് റേഷൻ കാർഡ് മറന്നുപോയി. ഇനിയിപ്പോ റേഷൻ കിട്ടും. എങ്ങനെ റേഷൻ കിട്ടാക്കുക? ഇത് സർക്കാരിന്റെ നിയമല്ലേ, ശനിയാഴ്ച വരെ കൊടുക്കണം. നടക്കുന്ന വഴി പൂച്ച വരങ്ങനെ അപ്പൊ അത് ശരിയാകും. പൂച്ചയൊക്കെ നടക്കണ്ടേ നമ്മൾ കൊണ്ട് വിചാരിച്ചു. ഇങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ചില ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ റദ്ദതുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. അത് തീറ എന്ന് പറഞ്ഞാല് അതിന് പല രൂപം ഉണ്ടായി. ഒരു രൂപം എന്താന്ന് വെച്ചാൽ ചെറിയ കിളിയെ പിടിച്ചു വെച്ച കിളി ഉണ്ടാവും. ആ കിളിയെ അങ്ങ് തുറന്നുവിടും. അപ്പൊ അത് വലത്തോട്ടേക്ക് മാറിയാൽ ആ സംഭരം പോയിട്ട് മുന്നോട്ട് പോകാം. ഇടത്തോട്ടേക്ക് മാറിയാൽ അത് ശകുനപ്പഴയാണ്, അവലക്ഷണമാണ്, അത് മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പൊ ഒരാള് ഒമ്പറക്ക് പോകാൻ തീരുമാനിച്ച് അല്ലെങ്കിൽ ടൂറ് പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഇങ്ങനെ ഒരു ശകുനം നോക്കിയപ്പോ ദുശകുനമായിട്ടാ വന്നത്. എന്നാ പോണ്ടാന്ന് തീരുമാനിച്ച് അങ്ങനെ തീരുമാനിച്ചാൽ അതാണ് മൻ റദ്ദതുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. എന്താ ഇവിടെ ശിർക്ക് വരാൻ കാരണം? അല്ലാഹു ഗുണവും ദോഷവും ചെയ്യാൻ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ എന്നത് തൗഹീദിന്റെ ഭാഗമാണ്. ആ വിശ്വാസം അതിവിടെ ഇതിന് കൽപ്പിച്ചു. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഖാലൂ യാ റസൂലല്ലാഹ് മാ കഫാറത്തു ദാലിക. ഇതൊക്കെ ശീലമുള്ള ഒരു കൗമിനോടാ ചോദിക്കുന്നത്. റസൂലേ, എന്നാലും എന്താ ഇതിനൊരു പ്രായശ്ചിത്തം? അങ്ങനെ സംഭവിക്കുക, അങ്ങനെ തോന്നുന്ന വസ്വാസുള്ള ആളുകൾ എന്ന് പറയാ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഖൈറുക എന്ന് പറയുകയാണ് വേണ്ടത് എന്ന്. വീണ്ടും പറയുന്നത് വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ. അത്തീറത്തു ശിർകുൻ അത്തീറത്തു ശിർകുൻ. ഇങ്ങനെ ശിർക്കാണത്. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിന് നേരെ എതിരാണത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. വേറെ ഹദീസിൽ കാണാം,
لا يتطير من شيء ولكنه كان إذا أراد أن يأتي أرضا سأل عن اسمها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച ആ സ്ഥലത്തെ പറ്റിയും അവിടുത്തെ ആളുകളെ പറ്റിയൊക്കെ ചോദിക്കും. നല്ല സംസാരം, നല്ല വർത്താനം കേട്ടാൽ അങ്ങോട്ടേക്ക് പോകും. അതായിരുന്നത്. മറ്റൊന്നാണ് റസൂല് കർശനമായി വിലക്കിയതാണ് ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്നുള്ളത്. സിദ്ധന്മാരെയും ജ്യോത്സ്യന്മാരെയും സമീപിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നാലും കഹാനത്ത് എന്നാണ് അതിനെപ്പറ്റി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശാഫി മദ്ഹബിലെ വളരെ ആധികാരികമായ ഫത്വ പറയുന്ന ഗ്രന്ഥമാണ് അൽ ഫതാവ അൽ ഹദീസിയ എന്ന 2 കിതാബുണ്ട്. അത് പറയാണ്, മൻ യസ്അലു അനിൻ നഹ്സി വമാ ബഅദഹു ലാ യുജാബു ഇല്ലാ ബിൽ ഇറാദി അൻഹു വതസ്ഫീഹി മാ ഫഅലഹു വയുബയ്യിനു ലഹു ഖുബഹഹു. നഹ്സിന്റെ ദിവസം തന്നെ നിങ്ങളുടെ പരിപാടിയില്ല. നഹ്സ് അതിനെപ്പറ്റി ആലിമീങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി എന്ന് പറയരുത്. ഇനി അഥവാ മറുപടി പറയുകയാണെങ്കിലോ അതിനെ മൈൻഡ് ചെയ്യാതെ അത് ചോദിച്ചവന് അതിന്റെ വിഡ്ഢിത്തം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് എത്ര മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അതിന് മറുപടി വരേണ്ടത്. വന്നദാലിക മിൻ സുന്നത്തിൽ യഹൂദ്. കാരണം അത് യഹൂദികളുടെ സ്വഭാവമാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീൻ. അല്ലാഹുവിൽ തവക്കുലാക്കിയ മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. وما ينقل من الايام المنقوطه ونحوها عن علي كرم الله وجهه باطل كذب لا اصل له. ഈ ദിവസത്തിന്റെ കണക്കൊക്കെ നോക്കുമല്ലോ, എന്തൊക്കെ പറയലുണ്ട്. ആഴ്ച നോക്കുന്നത്, ദിവസം നോക്കല്, നാള് നോക്കല്, നക്ഷത്രം നോക്കല്, ഇതൊക്കെ ബാത്തിലുൻ കദിബുൻ ഫല്യഹ്ദർ മിൻ ദാലിക. അതിനെ സംബന്ധിച്ച് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. ഈ നാട്ടിൽ നമ്മളെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ റസൂൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉഖ്തുലുൽ ഹയ്യാത്ത്, പാമ്പിനെ നിങ്ങൾ കൊല്ലുക. കുല്ലഹുന്ന, മനുഷ്യൻ അടങ്ങാറുണ്ടാക്കുന്ന പാമ്പുകളെ സംബന്ധിച്ചാ പറയണം. മരുഭൂമിയിലെ പാമ്പ് പ്രത്യേകിച്ച്. ഫമൻ ഖാഫ സഅറഹുന്ന ഫലൈസ മിന്നി. പാമ്പിന്റെ പകാനൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. പാമ്പ് പക വീട്ടു, പാമ്പ് പക വീട്ടുന്നത് എന്തുവാണ് എന്നൊക്കെ പറയുന്നല്ലോ. അത് നമ്മളിൽ തന്നെ പെട്ടവനല്ല എന്ന്. من أتى كاهنا أو عرافا فصدقه بما يقول. ജ്യോത്സ്യനെ ചെന്ന് കാണുകയും അയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖറ കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. അവൻ കാഫറായി. മുഹമ്മദ് നബിക്ക് അവതീർണമായതിൽ അവൻ അവിശ്വസിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ശകുനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് മുഴുവൻ ഗുണവും ദോഷവും ചെയ്യുന്നത് ഇതിനൊക്കെ സ്വാധീനിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ്. അത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാള് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ നോക്കൂ, അയാളോട് പറയാൻ പറ്റേ കുഫീത വവുഖീത വതനഹ അൻക ശൈത്താൻ. റസൂൽ പഠിപ്പിക്കുന്നത് വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തിരിച്ചുള്ള പ്രതികരണമാണ് കുഫീത, നിനക്കതെന്നെ മതി. ബിസ്മി ചൊല്ലിയിറങ്ങിയ നിനക്കത് മതി. കുഫീത വവുഖീത, നിനക്ക് സംരക്ഷണവുമായി കാവലുമായി. വതനഹ അൻക ശൈത്താൻ, പിശാച് നിന്നിൽ നിന്ന് ഓടി അകലുകയും ചെയ്തു എന്ന്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിലുള്ള വിശ്വാസം അതാണ് യഥാർത്ഥ വിശ്വാസം. എന്തൊരു ഭാഗ്യവാന്മാരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ ഒരു കുഴപ്പവും കൂടാതെ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ മാത്രമാണോ ഹദീസുകൾ? ഖുർആൻ പഠിക്കാനും ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഇസ്ലാമിന്റെ ശോഭനമായ ഏറ്റവും സുന്ദരമായ മാതൃകാ ദശയായ സഹാബത്തിന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും
നമ്മൾ തയ്യാറാവണം. ഏത് അഭിപ്രായ വ്യത്യാസവും ഏത് പുതിയത് കാണുമ്പോഴും അങ്ങേക്ക് നോക്കിക്കൊണ്ട് അതിനുമായി മാറ്റുരച്ചുകൊണ്ട് യഥാർത്ഥ പാതയിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ അള്ളാഹു അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പരലോകത്ത് മഹ്ശറയിൽ, അതും കഴിഞ്ഞ് ഹൗദുൽ കൗസറിന്റെ അടുത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭം പ്രവാചകന് വലിയ സന്തോഷമാണ്. ഏറ്റവും വലിയ ക്യൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യൂ ആണ്. അബ്സറതു ഫൈദാ ബിഖൗമിൻ അഅരിഫുഹും വയഅരിഫൂനി. ആ ക്യൂവിൽ നിൽക്കുന്ന ആ കാണുന്ന ഞാൻ കണ്ട് മനസ്സിലാക്കിയവരിൽ ചിലർ, അവർക്ക് എന്നെയും അറിയാം, അവർക്ക് ഞാൻ അവരെയും അറിയുന്നു, അവരെന്നെയും അറിയുന്നു. ഒന്നു എടുത്തതിന്റെ ചിഹ്നം അവരുടെ നെറ്റിത്തടത്തുണ്ട്. അവരുടെ രൂപം കാണുമ്പോൾ ഉമ്മത്ത് മുഹമ്മദാണെന്ന് മനസ്സിലാകുന്നു. യഅരിഫൂനനി വഅരിഫുഹും. എനിക്ക് വലിയ സന്തോഷമാവുകയാണ്. റസൂൽ പറയാ സുമ്മ യുഹാലു ബൈനി വബൈനഹും. പക്ഷേ പൊടുന്നനെ അതാ എന്റെയും അവരുടെയും ഇടയിലാ ഒരു മറവന്ന് വീഴുന്നു. അപ്പോൾ ഞാൻ പറയും ഇന്നഹും ഉമ്മത്തി, ഇന്നഹും ഉമ്മത്തി. ഇതാ എന്റെ കരങ്ങളിൽ നിന്ന് ഈ ദാഹജലം ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കുവാനുള്ള ആഗ്രഹത്തോടെ അതിനുള്ള വെമ്പലോടുകൂടി ക്യൂ നിൽക്കുന്ന ജനങ്ങൾ എല്ലാവരും വന്നുകൊള്ളട്ടെ. അല്ലാഹുവേ, അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടതാകുന്നു, അവരെ ഞാൻ അറിയും, അവർക്ക് എന്നെയും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അവർക്ക് വരാൻ പറ്റാത്ത മറ വീണിരിക്കുന്നു, പ്രതിബന്ധമുണ്ടായിരിക്കുന്നു, തടസ്സമുണ്ടായിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. ശരിയാണ്, നിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണവർ. فإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم. അവർ സംസാരിച്ചപ്പോൾ ആളുകൾ അവരുടെ ചുറ്റിലും കൂടിയിരുന്നു. അവരുടെ ആകാര രൂപവും ആകാര സൗഷ്ഠവവും കണ്ടിട്ട് ആളുകൾ അതിൽ മഞ്ഞളിച്ചു പോയിരുന്നു. അവരുടെ ഭാഷണത്തിന്റെ മാസ്മരികതയിൽ അതാണെന്ന് ദീനെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ പിന്നാലെ അവർ കൂടിയിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. മുഹമ്മദേ, നിന്റെ കാലശേഷം ഈ ദീനിനെ കൂട്ടിച്ചോറാക്കിയത്, അതിലില്ലാത്തതൊക്കെ കടത്തി കൂട്ടിയത്, അതിനെ സംബന്ധിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പൊ റസൂലിന്റെ മറുപടി ഫസുഹഖൻ ഫസുഹഖൻ ലിമൻ ബദ്ദല ദീനി ലിമൻ ബദ്ദല ബഅദി. അങ്ങനെയാണോ റബ്ബേ, എങ്കിൽ അവർ പോയി തൊലയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നാണ്. ആ വിഭാഗത്തിൽ പെടാതെ രക്ഷപ്പെടാൻ പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ ഈമാനിന്റെ വക്താക്കളായി, യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ.